ഓക്കെ. അപ്പം എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏഹ്, എന്റെ പേര് മുഹമ്മദ് ആർ. ഞാനിപ്പോ കറന്റ്ലി ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. പൾസ് ടാപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് നമുക്കിപ്പോ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് നെറ്റ്വർക്സിനെ പറ്റിയിട്ടാണ്. നെറ്റ്വർക്സ് ഇവിടെ ഉള്ള എല്ലാരും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാണോ അതേ എന്തെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആണോ? നിങ്ങൾ എല്ലാവരും റെസ്പോൺസ് ചെയ്ത് അതനുസരിച്ച് എനിക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് സർ. ഓക്കെ. ഞാൻ എന്തായാലും എന്റെ ജസ്റ്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണോ? ആണ് സർ. ഓക്കെ. ഇപ്പം ബേസിക്കലി ഇന്ന് നമ്മൾ നെറ്റ്വർക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ മൂന്നായിട്ട് ഇപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എടുക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് ഹാർഡ്വെയറിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക്സ് ആണ്. ഇത് ജസ്റ്റ് തിയറി ആണ്. പിന്നെ നമുക്ക് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ്, അതുപോലെ തന്നെ നമുക്ക് വൈഫൈ അങ്ങനത്തെയൊക്കെ കണക്ട് ചെയ്യുമ്പം നെറ്റ്വർക്ക് ട്രാഫിക് വരുമല്ലോ, അതിന്റെ പാക്കറ്റ്സിനെ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം വയർ ഷാക്ക് വെച്ചിട്ട്. ഈ 3 ടോപ്പിക് ആയിരിക്കും ഞാൻ മെയിൻലി എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നെറ്റ്വർക്ക് ഹാർഡ്വെയറിനെ പറ്റിയിട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് അറിയണം. ലൈക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ദാറ്റ് കണക്ട്സ് മെനി ഇൻഡിപെൻഡന്റ് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ പല പല കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ സംസാരിക്കുന്നു, അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റം വഴി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ്വെയർസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനമുണ്ട്. ഒന്ന് RJ45 കണക്ടേഴ്സ് ആൻഡ് UTP, നമ്മുടെ കേബിൾസ് എന്ന് പറയും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഹാർഡ്വെയറിൽ ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഇത് ഇത്രയും. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് എന്താണ്, സ്വിച്ച് എന്താണ്, റൗട്ടർ എന്താണ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എന്താണ്, വയർലെസ് ആക്സസ് പോയിന്റ് എന്താണ്, മോഡം എന്താണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ എന്റെ സ്പീഡ് എങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയുക. ചാറ്റിലിട്ട് ഇപ്പൊ അറിയത്തില്ല, ആരെങ്കിലും ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് RJ45 അല്ലെങ്കിൽ UTP എന്താണെന്ന് അറിയാം. ഇപ്പം RJ45 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണക്ടർ ആണ്. ലൈക്ക് ഇപ്പം ഇതുപോലെ ഇരിക്കും. ഇതായിരിക്കും നിങ്ങൾ ഇന്റർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ റൗട്ടറിലോ മോഡത്തിലോ എന്തിലെങ്കിലും കൊടുക്കുന്നത്. ഇതിന് ബേസിക്കലി 8 പിന്നുണ്ട്. അതുകൊണ്ടോ 1 to 8. അതിന് പല കളർ കോഡും ഉണ്ട്. കളർ കോഡ് വരുന്ന UTP ഇതിലാണ്. ഇപ്പൊ ഇതിന് 2 ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതിന്റെ റിവേഴ്സ് കളർ കോഡിലൊക്കെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ കണക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ കണക്ടർ മാത്രമായിരിക്കും. ഈ കണക്ടർ ആണ് വരുന്ന കേബിളിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലോട്ടാണെങ്കിലും മോഡത്തിലോട്ടാണെങ്കിലും കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് UTP എന്ന് പറയും, അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ. ആ ഈ നെയിമിൽ തന്നെ ഉണ്ട്. ഇത് ട്വിസ്റ്റഡ് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. 4 പെയർ, അതായത് 8 കേബിൾസ് ആണ്. 8 കേബിൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 5, 6, 6 എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കേബിൾ ആയിരിക്കും നമ്മൾ RJ45 കണക്ടറിൽ കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ സാധനം ബേസിക്കലി യൂസ് ചെയ്യുന്നത് ലാൻ നെറ്റ്വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽസ് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഹബ്ബും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിലായിരിക്കും. ഇതൊക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാറേ ഹലോ. ചോദിച്ചോ. RJ45 സാറേ ഓപ്പോസിറ്റ് കണക്ഷൻ എന്തോ പറഞ്ഞല്ലോ, അതെന്താ? ഓപ്പോസിറ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ചില ഇതിൽ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ T568Aയും T568B എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഉം. ഇത് കാണാം. ഇങ്ങനുണ്ട്. ഒന്നാമത്തേല് ഡയറക്റ്റ് കൊടുത്തിട്ട് രണ്ടാമത്തേല് അതിന്റെ മീൻസ് ക്രോസ് ഓവർ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇത് ബേസിക്കലി ഒരെണ്ണം ടെലിഫോണിനും ഒരെണ്ണം ഡേറ്റ ട്രാൻസ്ഫറിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ആയിട്ട്. മനസ്സിലായോ? അതെന്തെങ്കിലും ഹലോ ഡൗട്ട് ചോദിച്ച ആരായിരുന്നു? സാർ ഓക്കെ. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളത് നോക്കണ്ട. ബേസിക്കലി ഇത് നമ്മള് ഇപ്പം കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോണെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ. ഇപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് 2 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ. നമ്മൾ ഓക്കെ. പ്രാക്ടിക്കലി ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് രണ്ടും എന്താണെന്ന് അറിയണം. ഈ 2 വയറും കണക്ട് ചെയ്യാൻ പിന്നെ ഒരു ക്രിംബർ ടൂൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ വയേഴ്സിനെ സ്ട്രിപ്പ് ചെയ്തിട്ട് കറക്റ്റ് എടുത്തതിന് ശേഷം ഈ കണക്ടറിൽ കൊടുക്കും. എന്നിട്ട് ഒരു ക്രിംബർ ടൂൾ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അത് എന്തെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പൊ ബേസിക്കലി ഒരു ഓവർവ്യൂവിന് അതെന്താണ് അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓക്കെ സാർ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എല്ലാവർക്കും അറിയാന്നുള്ളതല്ല തന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിലും സ്പീഡും അതും ഇതും എല്ലാം വരുന്നത് ഈ ഒപ്റ്റിക്കൽ കേബിൾ കൊണ്ടാണ്. ഒപ്റ്റിക്കൽ കേബിളിന് മെയിൻലി ഒരു കോർ ഉണ്ട്, പിന്നെ അതിനൊരു ക്ലാഡിംഗ് ഉണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്. ഇത് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് വരുന്നത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡേറ്റ കിട്ടുന്നത്. ബട്ട് ഒപ്റ്റിക്കൽ കേബിളിൽ വരുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് ആയിരിക്കും. ലൈറ്റിന്റെ ഓരോ പൾസേഴ്സ് ആയിരിക്കും വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻലി ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹയർ ബാൻഡ്വിത്ത് ആയിരിക്കും, ലെസ് സിഗ്നൽ ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിനകത്തൂടെ പോകുന്നത് വയറല്ല, ഗ്ലാസ് ട്യൂബ്സ് ആണ്. ചെറിയ ചെറിയ മുടിനാര് പോലത്തെ ഉള്ള അത്ര ഗ്ലാസ് ട്യൂബ്സ് ആണ്. അപ്പം വലിയ ഇതൊക്കെ മീൻസ് മടങ്ങിയെങ്ങാനും ചെയ്യണമെങ്കിൽ പൊട്ടും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ട്യൂബ്സ് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. സ്വിച്ച് ബേസിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്വിച്ച് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിലെ രണ്ടാമത്തേൽ ഇരിക്കുന്നതാണ് സ്വിച്ച്. സ്വിച്ച് ആക്ച്വലി നമ്മൾ ഇപ്പം ഒരു 10 സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ 10 സിസ്റ്റം ഈ സ്വിച്ചിൽ കണക്ട് ചെയ്യാം. സ്വിച്ചിന്റെ ഹാർഡ്വെയർ ഇങ്ങനെ ഇരിക്കും. ഇപ്പം സ്വിച്ചിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ഡേറ്റ അയച്ചാലും അത് ബാക്കിയുള്ള എല്ലാത്തിലോട്ട് ഷെയർ ചെയ്യും. ഇതിന് ജസ്റ്റ് ഇന്റലിജൻസ് ഒന്നുമില്ല, ഇതില് വേറൊന്നും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. സോ ഡയറക്റ്റ് എടുത്ത് സ്വിച്ച് അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ സ്വിച്ചിൽ 2 ലെയറിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ട്. ലെയർ 2, ലെയർ 3 എന്ന് പറയും. ഞാൻ റൗട്ടർ പറയുമ്പോൾ അതെന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്വിച്ച് ഇപ്പം ഈ ഒരു ഡയഗ്രാം തന്നെ നോക്കിയാൽ അതിപ്പം PC എന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അത് എല്ലാത്തിലോട്ട് ഷെയർ ചെയ്യും. അവിടെ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, ഇതിനോട്ടാണെന്നൊന്നും പറഞ്ഞ് അയക്കാൻ പറ്റത്തില്ല. എന്ത് സാധനം ഡേറ്റ ആണോ വരുന്നത് അത് എല്ലാ സിസ്റ്റത്തിലോട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി സ്വിച്ചിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതായിരിക്കും സ്വിച്ച് മിക്കവാറും കമ്പ്യൂട്ടർ ലാബ്സിലൊക്കെ കാണും. പിന്നെ അടുത്തുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇന്റർഫേസിംഗ് ആണ്. ഈ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അഡാപ്റ്റർ നമ്മുടെ PC-ലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം കാണും. അത് നമ്മുടെ ലാൻ കൊടുക്കാനാണ്. പിന്നെ ഇതേപോലത്തെ സാധനം മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലാപ്പിലൊന്നും വൈഫൈ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും വെക്കുന്നത്. ഇതിലായിരിക്കും ആ സർക്യൂട്ട് ഉള്ളത്. അതായത് നെറ്റിന്ന് വരുന്ന സാധനങ്ങളെ കമ്പ്യൂട്ടറിലോട്ട് ഷെയർ ചെയ്യാനുള്ള സാധനം ഉള്ളത് ഇതിലായിരിക്കും. നെറ്റ്വർക്ക് ഇന്റർഫേസിംഗ് കാർഡ് എന്ന് പറയും. നമ്മുടെ സിസ്റ്റത്തിലോട്ട് നെറ്റ് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു കാർഡ്, ഒരു സർക്യൂട്ട് ആണ് ബേസിക്കലി. ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ കാണാം, ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ഈ ഇതിൽ വന്നിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോകുന്നത്. ഇപ്പൊ ലാപ്പിലൊക്കെ ആണെങ്കിൽ ഇന്റർനെറ്റ് പോർട്ട് കാണും, അല്ലെങ്കിൽ വൈഫൈ ആണ്. ഈ വൈഫൈ മൊഡ്യൂൾ എന്ന് പറയുന്നതും ഒരു വയർലെസ് NIC ആണ്, ബോർഡിൽ തന്നെ കാണും. ബ്ലൂടൂത്തും ഒരു NIC ആണ്. ഇതിന്റെ സ്പീഡ് കപ്പാസിറ്റി ആണ് ഇവിടെ പറയുന്നത് 10 MB, 100 MB, 1000 MB പെർ സെക്കൻഡ്സ് കാണും ബേസിക്കലി. അപ്പൊ ഈ നെറ്റ്വർക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിൽ നെറ്റിന്റെ ആക്സസ് കിട്ടത്തുള്ളൂ. ചില പഴയ സിസ്റ്റം ഒക്കെ എടുത്താൽ കാണും കണക്ട് ചെയ്ത് നെറ്റ് കിട്ടത്തില്ല, വൈഫൈ കാണത്തില്ല. അതിന്റെ അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ വയർലെസ് NIC ഇല്ലാത്തത് കൊണ്ടാണ്. വൈഫൈ ഇല്ലെങ്കിൽ അതിന്റെ
നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ വയർ അതായത് NIC ഇല്ല, അല്ലെങ്കിൽ ഉള്ളതിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഒന്നീ നമ്മൾ ഇത് തന്നെ ഡയറക്റ്റ് മാറ്റി വെക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങിച്ച് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യും. പിന്നെ അടുത്ത പറയാനുള്ളതാണ് റൗട്ടർ. റൗട്ടർ സ്വിച്ചിന്റെ ഒരു വേറെ ടൈപ്പ് അല്ല, അതിനേക്കാളും വേറെയാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് ലെയറിൽ രണ്ടാമത്തെ ലെയറിലായിരുന്നു സ്വിച്ച് ഉള്ളത്. ഇത് മൂന്നാമത്തെ ലെയറിലാണ്. ഇതിൽ ചെറിയൊരു ഇന്റലിജൻസും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വിച്ചിൽ മാക് അഡ്രസ്സും കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയോ. മാക് അഡ്രസ്സും കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പൊ ഒന്നീന്ന് അയക്കുകയാണെങ്കിൽ ഏതിലോട്ടാണ് പോണോ ആ ഡിവൈസിന്റെ ഒരു മാക് അഡ്രസ് ആണ്. മാക് അഡ്രസ് എന്ന് പറയുന്ന ഹാർഡ്വെയർ അഡ്രസ് ആണ്. IP അഡ്രസ് അല്ലാത്തൊരു അഡ്രസ് ആണ്, വിർച്വൽ അഡ്രസ് ആണെങ്കിൽ മാക് അഡ്രസ് ഹാർഡ്വെയർ അഡ്രസ് ആണ്. സോ ഇപ്പം ഏതിലോട്ട് അയക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ ലാപ്പിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട് അയക്കുകയാണെങ്കിൽ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അയക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കൂടെ ഒരു അഡ്രസ്സും കൂടെ അയക്കും. അപ്പൊ സ്വിച്ച് നോക്കി ഏത് അഡ്രസ്സിലോട്ടാണ് പോവേണ്ടത്, ഏത് സിസ്റ്റത്തിന്റെ മാക് അഡ്രസ് ആണ്, അത് നോക്കിയിട്ട് അതിനകത്തോട്ടായിരിക്കും റീഡയറക്ട് ചെയ്ത് വിടുന്നത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ഇത് പറ്റിയായിരുന്നു. ഞാൻ നേരത്തെ ഹബ്ബാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് റൗട്ടർ. റൗട്ടർ ബേസിക്കലി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മറ്റേ സാധനം ഒറ്റ നെറ്റ്വർക്കിലേ പറ്റത്തുള്ളൂ. ബട്ട് റൗട്ടർ ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ലൈക്ക് ഇതിപ്പോ ഒരു നെറ്റ്വർക്ക് ആണ്. ഇത് ഇപ്പൊ ബ്ലൂ വേറെ നെറ്റ്വർക്ക്, ഗ്രീൻ വേറെ നെറ്റ്വർക്ക്, റെഡ് വേറെ നെറ്റ്വർക്ക്. അപ്പൊ ഈ നെറ്റ്വർക്കിൽ നിന്ന് ഇതിനകത്തോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു റൗട്ടർ തന്നെ വേണം. അപ്പൊ റൗട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന്റെ IP കൂടെ നോക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് വേറെ പോകണമെന്ന് വെച്ചാൽ റൗട്ടറിന്റെ പറയാം. അപ്പൊ റൗട്ടർ ഇതിൽ പോകും, ഇതിൽ പോയിട്ട് ആയിരിക്കും ഇങ്ങനെ പോകുന്നത്. ഈ ഇപ്പം ഒരു ഡേറ്റ ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത്, ഗൂഗിൾ ഒരു വേറെ നെറ്റ്വർക്കിൽ ഇരിക്കുകയും അപ്പൊ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് അതിനകത്തോട്ട് പല പല റൗട്ടേഴ്സ് വഴി കണക്ട് ചെയ്താണ് പോകുന്നത്. അത് എങ്ങനെയൊക്കെ പോകും, ഏതൊക്കെ റൗട്ടറിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ബേസിക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഉള്ളത് വയർലെസ് ആക്സസ് പോയിന്റ്സ് എന്ന് പറയും. ഇത് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇപ്പം റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും ഇങ്ങനത്തെ സാധനം. ബേസിക്കലി ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരു വൈഫൈ മോഡം ഉണ്ട്. ഇപ്പൊ വൈഫൈ ഉണ്ട്. ബട്ട് കുറച്ച് അപ്പുറത്തെ റൂമിലോ അതിന്റെ അപ്പുറത്തെ റൂമിലോ ആ നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വയർലെസ് ആക്സസ് പോയിന്റ് ഒരെണ്ണം കൊണ്ട് ഫിറ്റ് ചെയ്യും. അതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ആയിക്കോട്ടെ. ജസ്റ്റ് കാണാനില്ല. എന്തായാലും പറഞ്ഞുതരാം. ഇപ്പം 2, 3 റൂം ഉണ്ടെന്ന് വെക്കുക. ഓരോ റൂമിലും നമുക്ക് ഓരോ വയർലെസ് ആക്സസ് പോയിന്റ് വെക്കാം. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്വിച്ച് കൊണ്ട് വെക്കാം. പക്ഷേ സ്വിച്ച് കൊണ്ട് വെച്ചാൽ നമുക്ക് ഈ ഇതിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസസിന് നമുക്കിപ്പോ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന് മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ തന്നെ സ്വിച്ചിന്റെ കോസ്റ്റും കൂടുതലായിരിക്കും. ബട്ട് അതേ സമയത്ത് ഈ വയർലെസ് ആക്സസ് പോയിന്റ് ഓരോയിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നുള്ള കണക്ഷൻ നമ്മുടെ മെയിൻ റൗട്ടറിലോ അല്ലെങ്കിൽ സ്വിച്ചിലോ ഏതിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ചിൽ നിന്ന് വയർലെസ് ആക്സസ് പോയിന്റിലോട്ട് പോകും. ഈ ഡിവൈസ് ആണ്. ഈ ഡിവൈസ് ഓരോ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഫുൾ ഇതിലെ റേഞ്ചും കിട്ടും, ആക്സസ് ചെയ്യാനും പറ്റും. ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളെ മെയിൻ സ്വിച്ചിന്റെ ഇതിൽ കയറിയിട്ട് മാനേജ് ചെയ്താൽ മതി. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പിന്നെ അടുത്ത സെഷനിൽ കാണിച്ചു തരാം, എങ്ങനെ ഒരു നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാം. വൈഫൈന്റെ മിക്കവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വീട്ടിൽ മോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കണക്ട് ചെയ്തതിനു ശേഷം അതിന്റെ IP അടിച്ച് കയറും. IP അടിച്ച് കയറുമ്പോൾ അതിൽ ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഫുൾ അറിയാൻ പറ്റും. ഇപ്പൊ ഈ സ്വിച്ച് അല്ല നമ്മൾ വേറെ റൗട്ടർ ആണ് വെക്കണമെങ്കിൽ ഓരോ റൂമിൽ ഓരോ റൗട്ടർ വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്ത് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഇതാണ് വയർലെസ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ സാധനം ഇത് പലയിടത്തും വെക്കുമ്പോൾ ഇത് റിപ്പീറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് മോഡം. മോഡം എന്ന് പറഞ്ഞ ആ പേര് തന്നെ ഉണ്ട്, നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടായിരിക്കും. മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ കേബിളിലൂടെയും എല്ലാത്തിലൂടെയും വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത്
അനലോഗ് സിഗ്നൽസ് ആണ്. സോ നമുക്ക് വേണ്ടത് ഡിജിറ്റൽ സിഗ്നൽ ആണ്. ഈ മോഡം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വരുന്ന അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഡിജിറ്റൽ സിഗ്നൽസിനെ പിടിച്ച് അനലോഗ് സിഗ്നൽസ് ആക്കും. ഇതാണ് മോഡം ചെയ്യുന്നത്. നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന എല്ലാ സാധനത്തിലും മോഡം പ്ലസ് റൗട്ടർ അതിന്റെ കമ്പൈൻഡ് വെർഷൻ ആണ്. കാര്യം മോഡുലേഷൻ മാത്രമേ ചെയ്യൂ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നതിന് പല ഡിവൈസസ് കണക്ട് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മളൊരു നെറ്റ്വർക്ക് അറിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് കേബിൾസ് ആണ്. ഡേറ്റാസ് പോവാനുള്ള 2 കേബിൾസ്. ഒരെണ്ണം വയർ ആണ്, മറ്റേത് ഏഹ്, ഇലക്ട്രി ഫൈബർ ഒപ്റ്റിക്സ് ആണ്. ലൈറ്റ് ആയിരിക്കും പോകുന്നത്. മറ്റേതിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും. പിന്നെ ഉള്ളത് അതിന്റെ കുറച്ച് ഹാർഡ്വെയർസ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മോഡം, റൗട്ടർ, സ്വിച്ച്. അതുപോലെ തന്നെ ഈ എൻഐസി എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിലുള്ള നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ ആണ്. ഇത്രയും സാധനം കൊണ്ട് ഐഡിയ കിട്ടിയോ? അത് ഇതിലെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നു. ഞാൻ നെക്സ്റ്റ് അടുത്തതിലോട്ട് മൂവ് ചെയ്തിട്ടോ. അടുത്തതെന്ന് വെച്ചാൽ ഇത്രയും സാധനം മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അടുത്ത ഈ നമ്മൾ ഇപ്പൊ ചെയ്തതിൻ്റെത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കണക്ഷൻ പോകുന്നത് എല്ലാം നമ്മൾ ഫിസിക്കലി ചെയ്ത് നോക്കിയാണ്. മീൻസ് ഹാർഡ്വെയറിലല്ല, നമ്മുടെ സിസ്റ്റത്തില് ഐപിസിനെ എങ്ങനെ കോൺഫിഗ് ചെയ്യും, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അപ്പം അതിലോട്ട് എൻ്റർ ചെയ്യാൻ പോയി. അപ്പൊ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോ. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോട്ടെ. സർ ഒരു ബേസിക് ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ വയർലെസ് ആക്സസ് പോയിന്റ്സ് അതിന്റെ ഈ റേഞ്ച് കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാ? ഇപ്പൊ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മെയിൻലി ആ. നമ്മൾ മെയിൻ ബ്ലോക്കിലാണ് നമ്മുടെ സിസ്റ്റം ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലോട്ടും കിട്ടണമെങ്കിൽ ഈ വയർലെസ് ആക്സസ് പോയിന്റ്സ് ആണോ വെക്കുന്നത് റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്? റേഞ്ച് കൂട്ടാൻ അങ്ങനെ വെക്കും. ചിലയിടത്ത് നമ്മുടെ ലാൻ ഇട്ടിട്ട് തന്നെ കൊടുത്തിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് മോഡം വെക്കും. ഇപ്പൊ കാണിച്ചായിരുന്നു. അതെ, ഇതുപോലത്തെ കുറച്ച് ഡിവൈസസ് ആണ്. ഇതിന്റെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. ചിലയിടത്ത് ചില ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനത്തെ കുറച്ച് സാധനം ഇരിക്കുന്നതാണ്. ഇതിന്ന് ഡയറക്റ്റ് കേബിൾ ഒടിച്ചിട്ട് നമ്മളെ മെയിൻ റൗട്ടറിൽ കൊടുക്കുമായിരിക്കും. ഈ സാധനം ആയിരിക്കും ഈ വയർലെസ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ റേഞ്ച് ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇതിന് ജസ്റ്റ് നമ്മുടെ റൂട്ടർ പോലെ തന്നെ ആ ഒരു ഏരിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ റേഞ്ച്. ഇപ്പം വലിയ വലിയ ഏരിയ ആണെങ്കിൽ മൾട്ടിപ്പിൾ സാധനങ്ങൾ കണക്ട് ചെയ്യും. ഇതേപോലെ തന്നെ ഇപ്പം വലിയ റൂം, വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരണമെങ്കിൽ ഓരോ മൂലയിലും ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കേബിൾ വലിച്ച് നമ്മളെ മെയിൻ റൗട്ടറിൽ കൊടുക്കും. സോ നമ്മുടെ ഫോൺ ഏതിന്റെ റൗട്ടർ, ഏത് വയർലെസ് ആക്സസ് പോയിന്റിന്റെ അടുത്താണോ റേഞ്ച് കൂടുതലുള്ളത് അത് കണക്ട് ആയിക്കോളും. മെയിൻലി ഈ സാധനം ഉപയോഗിക്കുന്ന വലിയ ഇവന്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒക്കെ ആയിരിക്കും. കാര്യം ഓരോടത്ത് സെപ്പറേറ്റ് റൂട്ടർ വെക്കുമ്പോൾ റൂട്ടറിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനപേക്ഷിച്ച് ഇത് കുറവായിരിക്കും. പിന്നെ റൂട്ടർ വെക്കുകയാണെങ്കിൽ ഓരോടത്തും നെറ്റ്വർക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഓരോന്നിന്റെ റൗട്ടറിൽ കയറി മാനേജ് ചെയ്യേണ്ടി വരും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റൗട്ടറിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ മൊത്തത്തിൽ എത്ര പേര് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏതിലോട്ടൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ആണോ? അതേ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇനി നെക്സ്റ്റ് കുറച്ച് ഇതിലോട്ടാണ് പോകുന്നത്. അതായത് ഇപ്പൊ ഇത്രയും നമ്മളെ ഹാർഡ്വെയർ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് കമാൻഡ്സ് ഉണ്ട്. നെറ്റ്വർക്കിൽ ഐപിസ് എന്താണ്, ഐപി എങ്ങനെ മാറ്റാം, നെറ്റ്വർക്കിൽ ഡേറ്റ എങ്ങനെ പോകണം, ഏതൊക്കെ വഴിയാണ് പോണത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കമാൻഡ്സ് ഉണ്ട് നമ്മളെ ടെർമിനലിൽ ചെയ്യുന്ന. ആ സാധനങ്ങൾ വെച്ച് അതിലോട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പൊ ഉള്ള എല്ലാവരുടെയും സിസ്റ്റം ലിനക്സ് ആണോ? ലിനക്സോ മാക്കോ എന്തെങ്കിലും ആണോ? അതേ വിൻഡോസ് ആണോ? ജസ്റ്റ് ഒന്ന് പറയണമെങ്കിൽ. എങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ചെയ്യുമ്പോൾ കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. ഓരോരുത്തരുടെ സിസ്റ്റത്തിൽ എന്ത് വരുന്നു, അവർ ഐപിസ് എന്താണ്, അങ്ങനെ എല്ലാം മനസ്സിലാവും.
ഇത്രയും സാധനം ഞാൻ പറഞ്ഞ തിയറിയാണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫുള്ള് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനം. അവരവരുടെ സിസ്റ്റം ഏത് OS ആണ് എന്ന് പറയണമെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഓക്കെ, വിൻഡോസ്. മിക്കവരുടേത് വിൻഡോസ് ആണ്. വിൻഡോസ് ആണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. കമാൻഡ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ WSL എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്. അത് എടുത്തിടുന്നത് നല്ലതായിരിക്കും. കാര്യം വിൻഡോസിൽ ഒരു ലിനക്സ് റൺ ചെയ്യക്കത്തെ ലെവലുള്ള ഒരു സാധനമാണ്. നമ്മൾ ആ ലിനക്സ് കമാൻഡ്സും എല്ലാം റൺ ചെയ്യാൻ പറ്റും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ തന്നെ റൺ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ഉള്ളത് IF കോൺഫിഗ് ആണ്. വിൻഡോസുകാർ അത് ജസ്റ്റ് IP കോൺഫിഗ് എന്ന് അടിച്ചാൽ മതിയാണ്. ആദ്യം എല്ലാവരും അവരവരുടെ സിസ്റ്റത്തിൽ ടെർമിനലോ കമാൻഡ് പ്രോംപ്റ്റോ ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓപ്പൺ ചെയ്തു. വിൻഡോസ് ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്നായിരിക്കും. എല്ലാവരും എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ചെയ്ത് നോക്കാം. അപ്പം ഡയറക്റ്റ് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ എന്തായാലും ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ലിനക്സ് അല്ലെങ്കിൽ മാക് യൂസേഴ്സ് ആണെങ്കിൽ IF കോൺഫിഗ് എന്ന് അടിച്ചാൽ മതി. IF കോൺഫിഗ് എന്ന് അടിക്കുമ്പോൾ ഇത്രയും സാധനം വരും. ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇത്രയും സാധനം കണ്ട, ഇത്രയും സാധനങ്ങൾ നെറ്റ്വർക്ക് ഇന്റർഫേസിൽ എന്റെ ഡിവൈസിലുണ്ട്. അതിൽ കുറേയും വിർച്വൽ ആവാം, കുറെ അല്ലാത്ത ആവാം. ഞാൻ ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണിന്റെ ഇതിൽ തന്നെ വരും. നിങ്ങൾ അതിനെ പറ്റിയൊന്നും ബോധറാണ്ടോ. ചിലപ്പോൾ നിങ്ങളതിൽ കുറച്ചേ കാണും. ഇപ്പൊ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ WLAN 0, WLAN 1 അല്ലെങ്കിൽ ETH അങ്ങനത്തെയൊക്കെ കുറച്ചായിരിക്കും. ഈ WLAN എന്ന് പറയുന്നത് വൈഫൈന്റെ ആയിരിക്കും. ഇപ്പൊ ഇതിൽ കിടക്കുന്നത് EN0 എന്നായിരിക്കും. ഇതാണ് എന്റെ വൈഫൈന്റെ. ഇപ്പൊ എന്റെ വൈഫൈയുടെ IP അഡ്രസ്സും എല്ലാം ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഈ iNet 6 എന്ന് പറയുന്നത് IP അഡ്രസ് IP വെർഷൻ 4 ആണ്. ഈ iNet എന്ന് പറഞ്ഞാൽ IP വെർഷൻ 4 ആണ്. ഇപ്പം അത് പറയണമെങ്കിൽ IP അഡ്രസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. വെർഷൻ 4 ഉണ്ട്, വെർഷൻ 6 ഉണ്ട്. വെർഷൻ 4 ഇങ്ങനത്തെ ഫോർമാറ്റ് ആണ്. ഇപ്പോഴത്തെ ഡിവൈസ് കൂടി വരുമ്പം ഈ നമ്പേഴ്സ് ഫുള്ള് ഫിൽ ആവുകയാണ്. സോ അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് 128 ബിറ്റിന് വേണ്ടിയിട്ട് IP വെർഷൻ 6 ഇറക്കിയത്. അത് ഇങ്ങനത്തെ ഇതാണ്. അപ്പൊ എത്ര ഡിവൈസ് വന്നാലും നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇന്റർനെറ്റിൽ. ഇത് ലോക്കൽ IP ആണ്. ഇപ്പം ഇതാണ് ഇപ്പൊ എന്റെ കറന്റിലുള്ള വൈഫൈന്റെ IP. ഇതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം സെറ്റിംഗ്സ് കയറി എന്റെ വൈഫൈയിൽ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ വൈഫൈ സെറ്റിംഗ്സ് ഉണ്ടാവും. ഇതാണ് എന്റെ IP അഡ്രസ്. ഇത് എന്റെ റൗട്ടറിന്റെ IP അഡ്രസ് ആണ്. ആ റൗട്ടർ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. ഞാൻ നേരത്തെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് റൗട്ടറിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. DHCP എന്ന് പറയും. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡിവൈസിനും ഓരോ IP അസൈൻ ചെയ്ത് വിടാൻ പറ്റും. കാര്യം എല്ലാവർക്കും ഇപ്പൊ ലോക്കൽ നെറ്റിലെ എല്ലാവരുടെയും IP സെയിം ആവണമെങ്കിൽ കുറെ കോൺഫ്ലിക്റ്റ് സംഭവിക്കും. അപ്പം എല്ലാ ഡിവൈസിനെയും സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് IP ഓരോ ഡിവൈസിന് അസൈൻ ചെയ്യാൻ ഈ സാധനം സഹായിക്കും. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും. ഇതായിരിക്കും IP അഡ്രസ്സിന് ഓരോ ഡിവൈസിനെ അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എന്റെ മെയിൻ റൗട്ടറിന്റെ IP അഡ്രസ് ഇതാണ്. ഇത് എന്റെ ലാപ്പിലോട്ട് തന്ന IP ഇതാണ് IP അഡ്രസ്. വേറെ സിസ്റ്റം ഇതേ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ IP അഡ്രസ് വേറെ ആയിരിക്കും. ആ സാധനമാണ് ഇങ്ങനത്തെ IP അഡ്രസ് ഏതാണ്, നമ്മുടെ ഡിവൈസ് സ്റ്റാറ്റസ് അപ്പ് ആണോ, മാക് അഡ്രസ് ഏതാണ്, അങ്ങനത്തെ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് IF കോൺഫിഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ IP കോൺഫിഗ്. ഇത് ഇപ്പൊ വിൻഡോസുകാർക്ക് IP കോൺഫിഗ് എന്ന് അടിക്കുമ്പോഴായിരിക്കും വരുന്നത്. ഇപ്പം വിൻഡോസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കിപ്പം അറിയാൻ പറ്റും. ഇപ്പൊ ബാക്കിയുള്ളവർക്കും അതൊരു ഹെൽപ്പാണ്. ഇത്രയും സാധനം കണ്ടോ. ഇതൊക്കെ എന്റെ ഓരോ വൈഫൈ അഡാപ്റ്റേഴ്സും. ഇത് എന്റെ ലാനിന്റെ ആണ്. മീൻസ് ഇഥർനെറ്റ് പോർട്ട് കൊടുക്കുന്നതാണ്. ബ്ലൂടൂത്തും എല്ലാം കാണും. ഇതിൽ USB വഴിയൊക്കെ ഇപ്പൊ പുതിയ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ മറ്റേ USB അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നെറ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നടക്കുന്നത്. ഓരോന്നിനും ഓരോ മാക് അഡ്രസ് ആയിരിക്കും. ഇപ്പൊ സ്റ്റാറ്റസ് ഉണ്ട്, എന്റെ ഇത് ആക്റ്റീവ് ആണ്. ഈ സാധനം മെയിൻലി നോക്കണം. ഇത് പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസ് അപ്പാണോ, പിന്നെ ബ്രോഡ്കാസ്റ്റ് സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഈ 2 എന്ന് പറയുന്നത്
ഈ iNet 6 എന്ന് പറയുന്നത് IP അഡ്രസ് വെർഷൻ 6ഉം iNet എന്ന് പറയുന്നത് IP അഡ്രസ് വെർഷൻ 4ഉം ആണ്. ഇത് ഇതിന്റെ നെറ്റ് മാസ്ക് ആണ്. ഈ 25 255.255 പോയിന്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ സാധനം. അതിന് ഇതുവരെ ജസ്റ്റ് ഇപ്പൊ ഇതിലായോണ്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ നെറ്റ് മാസ്ക് കൺവേർട്ടർ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇത് കണ്ടോ. എന്റെ കയ്യിൽ വന്നിട്ടുള്ളത് ഇപ്പം ഈ കോഡാണ് FFF000. ഇതാണ്. അപ്പൊ എന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ചിലവരുടെ ഇത് തന്നെ ഡയറക്റ്റ് കാണിച്ചു തരും. ഇതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് IP ഉണ്ട്. അതായത് ഒരെണ്ണത്തിൽ അയക്കണേ ബാക്കി എല്ലാത്തിലും ബ്രോഡ്കാസ്റ്റ് പോകുന്ന IP ഏതെന്ന് വെച്ചാൽ അത് ഇതായിരിക്കും. ഇത്രയും സാധനം നമുക്ക് ബേസിക്കലി IF കോൺഫിഗ് അടിക്കാൻ പറയാം. IF കോൺഫിഗ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈസിൽ ഏതൊക്കെ നെറ്റ്വർക്കിംഗ് സാധനങ്ങളുണ്ട്, അതിന്റെ ഓരോന്നിന്റെ ഏതാണ് ഇപ്പൊ കണക്ട് ആയിരിക്കുന്നത്, അതിന്റെ IP അഡ്രസ് വെർഷൻ 4 അറിയാൻ പറ്റും, വെർഷൻ 6 അറിയാൻ പറ്റും, നെറ്റ് മാസ്ക് ഏതാണെന്ന് അറിയാം, അതിന്റെ ബ്രോഡ്കാസ്റ്റ് സാധനം അറിയാം. ഇതുപോലെ കുറച്ച് കമാൻഡ്സും കൂടെ ഉണ്ട്. ലൈക്ക് അതായത് IF കോൺഫിഗ് ഇഥർനെറ്റ് 0 അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് കണ്ടോ, വൈഫൈ സാധനത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ എനിക്കിപ്പോ വേണ്ട എന്ന് അടിച്ച് ഇഥർനെറ്റ് 0 ഡൗൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഡീആക്ടിവേറ്റ് ആവും. ഇപ്പൊ ഞാൻ ഈ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വൈഫൈ പോകും, അപ്പൊ മീറ്റ് കട്ടാം. അപ്പം ഈ സാധനം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് നോക്കി ചെയ്താൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ സാധനം വെച്ച് തന്നെ നമ്മളെ ഡിവൈസിന്റെ IP അഡ്രസ് മാറ്റാൻ പറ്റും. നമ്മുടെ ഡിവൈസിന്റെ ലോക്കൽ IP അഡ്രസ്. 2 IP അഡ്രസ് ഉണ്ട്, ഒന്ന് പബ്ലിക് ഉണ്ട്, ലോക്കൽ ഉണ്ട്. ഇപ്പം ഫൈൻഡ് മൈ IP എന്ന് അടിച്ചാൽ ഒരു IP വരും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ പബ്ലിക് IP. ഇത് എന്റെ ലോക്കലി ഉള്ള IP ആണ്. അതായത് നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ കോളേജിൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഇതായിരിക്കും. ഇപ്പൊ കോളേജിൽ കൊടുത്തോണ്ട് ഇതായിരിക്കും മെയിൻ IP അഡ്രസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് തരുന്ന IP അഡ്രസ്. ഈ IP മാറ്റിയത് കൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. കുറെ നെറ്റ്വർക്ക് ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഈ IP നമുക്ക് മാറ്റേണ്ട ആവശ്യമൊക്കെ വരുന്നത്. ഈ കമാൻഡ് റൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ MAC അഡ്രസ് മാറ്റാൻ പറ്റും. ഇതാണ് ആ ഡിവൈസിന്റെ MAC അഡ്രസ് എന്ന് പറയുന്നത്, ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് ഓക്കെ ആണോ എല്ലാവർക്കും? അതേ ഡൗട്ട് ഉണ്ടോ? ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് മറന്നു പോകും. ഈ സാധനം അത്യാവശ്യം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. കാര്യം IP അഡ്രസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഡിവൈസിൽ എത്ര ഡിവൈസസ് ഉണ്ട്, അതിൽ ഏതാണ് അപ്പ്, അതിന്റെ MAC അഡ്രസ് എന്താണ്, IP അഡ്രസ് എന്താണ്, IP അഡ്രസ്സിന് എങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ ആണോ? അടുത്ത കമാൻഡ് പറയട്ടെ. അതെ, ആരെങ്കിലും ചെയ്തു നോക്കി? ഈ സാധനം ആരെങ്കിലും ചെയ്തു നോക്കി? ആരെങ്കിലും ഉണ്ടോ? IP കോൺഫിഗ് മാത്രം ചെയ്തപ്പോഴേ ഈ 3 വിൻഡോസ് ആണേ. അപ്പൊ അതിനകത്ത് IPv4 അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, ഡീഫോൾട്ട് ഗേറ്റ്വേ, അത് മൂന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. അത് -A കൂടെ കൊടുക്കണം അല്ലേ? -A എടുത്ത് നോക്കിയോ? അപ്പൊ എല്ലാ ഡിവൈസും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. വന്നു. അഡ്രസ് ഒന്നും കാണിക്കുന്നില്ല. ഒരു മിനിറ്റ്. IP കോൺഫിഗ് തന്നെ കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ MAC അഡ്രസ്, IP അഡ്രസ്, ഡീഫോൾട്ട് ഗേറ്റ്വേ കാണിക്കും. ഇത്രയാണ് വിൻഡോസ് കാണിക്കുന്ന പറഞ്ഞു. ലിനക്സിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇത്ര ഡീറ്റെയിൽസ് വരും. ഒരു ഡിവൈസേ ഉള്ളോ? PC ആണോ? അതെ, ഹലോ, ലാപ്ടോപ്പ് ആണ്. ലാപ്ടോപ്പ് ആണ്. അപ്പൊ അത് വൈഫൈ മാത്രമല്ലേ കണക്ട് ചെയ്തിട്ടുള്ളൂ? ഓക്കെ. ഈ WLAN 0 എന്നും പറഞ്ഞിട്ടാണോ വരുന്നത്? അതെ, അല്ലാതെ ജസ്റ്റ് ഇത് മാത്രമായിട്ടാണോ വരുന്നത്? IPv4 അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, ഡീഫോൾട്ട് ഗേറ്റ്വേ.
ഇറ്റ്സ് ഓക്കെ സർ. ഓക്കെ. ഓക്കെ. എന്തായാലും അപ്പം ശരി. നെക്സ്റ്റ് അടുത്ത കമാൻഡ് നമുക്ക് നോക്കാം. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് പിങ് ആണ്. ഈ പിങ് കമാൻഡ് എന്തിന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഇടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ സൈറ്റ് ലോഡ് ആവത്തില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വിചാരിക്കും എന്ത് ഇഷ്യൂ ആണ്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ, എന്താണ് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈ പിങ് ആക്ച്വലി യൂസ് ചെയ്യണത് എന്തെന്ന് വെച്ചാൽ കണക്ഷൻ കിട്ടുന്നുണ്ടോ, അതിനകത്തോട്ട് കണക്ഷൻ ഓക്കെ ആണോ, അങ്ങനത്തെയൊക്കെ നോക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. പിങ് എന്ന കമാൻഡ് ഏതിനകത്തോട്ടുള്ള കണക്ഷനാണ് നോക്കണം. ഇപ്പൊ നമുക്ക് ഗൂഗിൾ തന്നെ നോക്കാം. ഗൂഗിളിലോട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ. പിങ് google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓരോ പാക്കറ്റ്സ് പോണാണ്, കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് ഗൂഗിളിന്റെ ഇപ്പോഴത്തെ IP അഡ്രസ്സ്. വേണ്ട google.com ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഗൂഗിളിന്റെ IP അഡ്രസ്സ്. ഇതിനകത്തോട്ട് പോകുന്നുണ്ട്. ഇത്ര ടൈമിനാണ് എത്തിയത്. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണം. ഇതെല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കുക. വിൻഡോസിൽ എല്ലാത്തിലും വർക്കാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് കൊടുത്തു നോക്കാം. ഈ പിങ് എന്ന് പറഞ്ഞ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ടൈം കൊണ്ടാണ് എത്തിയത്, അതിന്റെ ഡീറ്റെയിൽ എത്രയാണ്, ആ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. ഇപ്പൊ ഡിലേ ഉണ്ടോ, അങ്ങനെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഫേസ്ബുക്കിന്റെ IP അഡ്രസ്സ് വേറെയാണ്. അത് ഇതിനെക്കാളും കുറച്ചും കൂടെ ഡിലേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പിങ് ഏതെങ്കിലും ഡിവൈസിന്റെ സെർവറിന്റെ IP അഡ്രസ്സ് കൊടുത്താലും മതി. ഞാനിപ്പം ഗൂഗിളിന്റെ തന്നെ IP അഡ്രസ്സ് കൊടുക്കും. പിങ് IP അഡ്രസ്സ് കൊടുത്താലും ഡേറ്റാസ് പോകും. ഇത്ര ഡാറ്റ പാക്കറ്റ്സ് ആണ് അയച്ചത്. പിന്നെ ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്തിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. ഓക്കെ. ഇനി ഇതിന്റെ വേറൊരു സാധനമാണ്. അതായത് നമുക്ക് ഇപ്പം പിങ് I എന്ന് പറഞ്ഞിട്ട് കാണും. ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. I എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇത് നോക്കാം. -C. നമുക്കിപ്പം ഈ സാധനം കണ്ടിട്ടില്ലേ, ഇത്ര ഇതെന്ന് പറഞ്ഞാൽ ഇത്ര പാക്കറ്റ്സ് അയക്കുകയാണ്. ഓരോ ഡാറ്റ പാക്കറ്റ്സിന് അയക്കുകയാണ്. നമുക്ക് ഇത്ര അയക്കണ്ട. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു 4 മാത്രം അടിച്ചാൽ മതിയെങ്കിൽ പിങ് -C. ഇപ്പൊ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൗണ്ട് കൂടെ കൊടുക്കണം. 4 സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ 4 പോകത്തുള്ളൂ. 4 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തീരും. കണ്ടോ, 4 മാത്രമേ പോകുള്ളൂ. 4 ഡാറ്റ പാക്കറ്റ്സ് മാത്രം. അത് ഇത്ര ടൈം കൊണ്ട് എത്തി എന്നെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതുമുണ്ട്. ഇത് ഡിലേ ആണ്. ഫസ്റ്റ് സാധനം അയച്ചിട്ട് പിന്നെ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്തത് പോകണം. I എന്ന് പറയാം. എന്നിട്ട് എത്ര സെക്കൻഡ്. ഇപ്പം പിങ് -I. ഇപ്പൊ ഒരു 5 സെക്കൻഡ് ഞാൻ ഡിലേ കൊടുക്കണം എന്ന് വെച്ചാൽ 5 കൊടുത്തു. ആദ്യത്തെ പോയി. ഇനി 5 സെക്കൻഡ്. 1 2 3 4 5. അപ്പോഴത്തേക്ക് അടുത്ത പാക്കറ്റ് ആവും. കണ്ടോ, 5 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത പാക്കറ്റ്. ഇനി 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പാക്കറ്റ് വരും. ഈ 2 കമാൻഡ് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി. ഇത് എടുക്കാൻ കാരണം ചില വിൻഡോസിൽ ഇത് വ്യത്യാസമാണ്. T ആയിരിക്കത്തില്ല, W ആയിരിക്കും. ചെയ്ത് നോക്കാം. അപ്പം കമാൻഡ് എന്തായാലും ജസ്റ്റ് കാണിച്ചത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ചെയ്ത് വെക്കാം. സാറേ, ഹലോ. ചോദിച്ചോ. ചോദിച്ചോ. സാറേ, അതിനകത്ത് ഇപ്പം നമ്മൾ പിങ് ചെയ്യുന്ന പിങ് -I -2 google.com എന്ന് കൊടുത്തു.
ആ അപ്പം പിങ്ങിങ് ഫ്രം google.com ഒരു IP അഡ്രസ് ആണ് വിത്ത് 32 ബൈറ്റ്സ് ഓഫ് ഡേറ്റ. ഉം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 പാക്കറ്റിന്റെ റിപ്ലൈ ഫ്രം വേറൊരു IP അഡ്രസ്. ഗൂഗിളിന് മൾട്ടിപ്പിൾ IP അഡ്രസ് ഉണ്ട്. അപ്പം കാര്യം ഗൂഗിളിന്റെ സെർവേഴ്സ് പലയിടത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പം പിങ് ജസ്റ്റ് പൾസ് ടാബ് .in എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ പേഴ്സണൽ ഇതാണ്. ഇതിലൊറ്റ സെർവർ ഉള്ള ഞാൻ ഒരിടത്തെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാം സെയിം ആയിരിക്കും പോകുന്നത്. ഗൂഗിളിന് ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ ആകുമ്പോൾ ഇത്രയും ലാർജ് ഇത് നോക്കണോണ്ട് പല പല സെർവേഴ്സ് പല പല ഇടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അടുത്ത സെർവർ ഏതാണോ അതിനകത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റ് അടിച്ചു നോക്കും. കോളേജിന്റെ സൈറ്റോ അങ്ങനെ ഏതെങ്കിലും അടിക്കുമ്പോൾ അറിയായിരിക്കും. ഓക്കെയാണ്. പിങ് കമാൻഡ് എന്തിനാണെന്ന് മനസ്സിലായോ? ആക്ച്വലി പിങ് കമാൻഡ് റീച്ചബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നിനകത്തോട്ട് ഡേറ്റ പാക്കറ്റ്സ് എത്തുന്നുണ്ടോ, കണക്ടിവിറ്റി കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിങ് യൂസ് ചെയ്യുന്നത്. അത് ഓക്കെയാണ്. ബാക്കി ആരെങ്കിലും കൂടെ ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നു? അപ്പൊ നെക്സ്റ്റിലോട്ട് പോകും. അടുത്തത് ട്രേസ് റൂട്ട് എന്ന് പറയും. ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറയാൻ തുടങ്ങും. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ റൗട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഗൂഗിളിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ പല പല റൗട്ടറിൽ കയറിയിട്ടായിരിക്കും പോകുന്നത് ഡേറ്റാസ്. അപ്പം ഏതൊക്കെ റൗട്ടറിൽ കൂടെ കയറിയിട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേസ് റൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് നോക്കാം. ഇത് ബേസിക്കലി നോക്കിയാൽ മതി. ട്രേസ് റൗട്ട് -v സൈറ്റിന്റെ പേര്. ഇപ്പം ട്രേസ് നമ്മൾ ഗൂഗിളിലോട്ട് തന്നെ ഇപ്പൊ ചെക്ക് ചെയ്യും. ഇപ്പൊ കണ്ടോ, ഇതാണ് ഗൂഗിളിന്റെ IP. ഇപ്പൊ ഇതെന്റെ ലോക്കൽ IP. ഞാൻ നേരത്തെ കാണിച്ചാൽ എന്റെ ഡിവൈസിന്റെ IP. ഡിവൈസിന്റെ IPന്ന് നേരെ ഇത് കയറിപ്പോയത് എന്റെ മോഡത്തിന്റെ IP-ലോട്ട്. പിന്നെ അവിടെ നിന്ന് അടുത്ത ഇതിനകത്തോട്ട് കയറി. ഇത് അടുത്ത റൗട്ടറാണ്. ഇത് കുറച്ച് സമയം എടുക്കും. ഇത് ഓരോന്ന് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്റെ ഡീലിംഗ് റൗട്ടറാണ്. ഈ IP-ന്ന് ടു ഇതിനകത്തോട്ട് പോയി എത്ര സമയം എടുത്തു, 7 മൈക്രോ സെക്കൻഡ്സ്. പിന്നെ അടുത്തത് ഈ IP-ന്ന് ഇത് അടുത്ത റൗട്ടറാണ്. ആ റൗട്ടറിൽ നിന്ന് ഇതിലോട്ട് തിരിച്ച് റെസ്പോണ്ട് വന്നു. എന്നിട്ട് വീണ്ടും അടുത്ത റൗട്ടറാണ് ഇത്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഗൂഗിളിൽ നിന്ന് അടിക്കുമ്പോൾ ഗൂഗിളിന്റെ സെർവറിൽ ആയിരിക്കില്ല ഡയറക്റ്റ് പോകണം. മൾട്ടിപ്പിൾ റൗട്ടറിൽ കയറിയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം എന്റെ മൊത്തം ഒരു 9 ഇതിൽ കയറിയതിനു ശേഷമാണ് ഗൂഗിളിൽ എത്തിയത്. ഡെസ്റ്റിനേഷൻ ഉണ്ടോ ഗൂഗിൾ, ഇതാണ് ഗൂഗിളിന്റെ ഇതിനകത്ത് എത്തിയത്. അതിന്റെ ഇടയിൽ എത്ര ഡിവൈസ് കയറി, ഇതിൽ കയറി ഈ മോഡത്തിൽ ആ റൗട്ടറിന്റെ IP അഡ്രസ് ആണ്. ആ റൗട്ടറിൽ കയറി, ഇത് വേറെ റൗട്ടർ. ഇത്രയും എണ്ണത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഗൂഗിളിന്റെ IP അഡ്രസ് ഇതുണ്ട് അതിനകത്തോട്ട് റീച്ച് ചെയ്തു. ഈ IP അഡ്രസ്സും വ്യത്യാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ IP അഡ്രസ് എത്തുന്ന മുമ്പ് തന്നെ വേറെ ഗൂഗിളിന്റെ ഏതോ സെർവർ എത്തി അതിനകത്തോട്ട് കണക്ട് ആയി. ഈ സാധനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക. അപ്പം കറക്റ്റ് ആണ്. ട്രേസ് റൗട്ട് എന്നാണ്. ഇത് വേറൊരു സൈറ്റിലോട്ടുള്ള ഇത് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേറെ സൈറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു IP ഉണ്ട്. ഈ IP രണ്ടും കോമൺ ആണ്. ഈ കോമൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ഒന്നീ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും റൗട്ടറിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡറിന്റെ IP അഡ്രസ് ആയിരിക്കും. ചിലതൊക്കെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഒക്കെ ആണെങ്കിൽ ഇതേ .asianet.com എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കുറെ ഒരു പെൻ ടെസ്റ്റിങ്ങും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നത്. സർ വിൻഡോസിലും ഈ സെയിം കമാൻഡ് തന്നെയാണോ? സെയിം കമാൻഡ് ആണ്. ട്രേസ് റൗട്ട് ഉണ്ട്. അതില് ട്രേസ് RT ആയിരിക്കും ചിലപ്പോൾ. എന്താ ഞാൻ കേട്ടില്ല.
ഇത് കണ്ടോ? ഇത് ഇത്ര ഡിലേ ആവണെന്ന് വെച്ചാൽ അവിടെ എന്തോ കണക്ഷന്റെ ബ്രേക്കോ എന്തോ ഉണ്ട്. അപ്പം നമ്മുടെ സൈറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ഇഷ്യൂ വരുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെ ഡോട്ട്സ് കാണിക്കുന്നത്. ഗൂഗിളിന്റെയൊക്കെ പെട്ടെന്ന് എത്തിയുണ്ട്. കാര്യം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും സെറ്റ് ആക്കിയായിരിക്കും വെക്കാം. ചിലപ്പോൾ ഗൂഗിളിന്റെ തന്നെ ഇവിടെ അടുത്ത് മുംബൈയിൽ എവിടെയെങ്കിലുമൊക്കെ അതിന്റെ സെർവേഴ്സ് ആണ്. പെട്ടെന്ന് അതിനകത്തോട്ട് കണക്ട് ചെയ്താണ്. ഇത് യുഎസ് സെർവർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ടൈം എടുക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. വിൻഡോസ് ആ 2 കമാൻഡ് കൊടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ. നോക്കട്ടെ. ട്രേസ് സെറ്റും ട്രേസ് റൗട്ടും -v ആയിരിക്കില്ലായിരിക്കും. -v കാണത്തില്ലായിരിക്കും മേ ബി. ട്രേസ് RT ആണ്. ഇങ്ങനെ കൊടുത്താൽ മതി. ട്രേസ് RT സ്പേസ് താഴെയുണ്ടോ? ട്രേസ് RT സ്പേസ് google.com എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര റൗട്ടറിൽ കൂടെ കയറിയിട്ടാണ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയത്. ഇതാണ് ട്രേസ് റൗട്ട് എന്ന് പറഞ്ഞുള്ള കമാൻഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അടുത്തതിലോട്ട് പറഞ്ഞുതരാം. അടുത്ത എന്താണെന്ന്. അടുത്ത പറയുമ്പോൾ കുറച്ച് സാധനം കൂടെ പറയാനുണ്ട്. DNS എന്താണ്, അങ്ങനത്തെ കുറച്ച് സാധനം കൂടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ 2 കമാൻഡ് എല്ലാവരും ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ അടുത്തതിലോട്ട് പോകുമ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് സാധനമാണ്. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം IP കോൺഫിഗും ട്രേസ് RTയും ഈ 2 കമാൻഡും ജസ്റ്റ് നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ആവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കും. ഞാനൊരു 2 മിനിറ്റോ 3 5 മിനിറ്റ് ടൈം തരാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിന്റെ റെസ്പോൺസ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടാം. അല്ലെ ആർക്കെങ്കിലും ഇതിൽ നിന്നുള്ളവർക്ക് ഇതിപ്പോ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ ബെറ്റർ ആയിരിക്കും. ഇത് ചെയ്തു നോക്കി ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാമോ എന്തൊക്കെ കിട്ടി? എന്തായാലും ഞാൻ തന്നെ ഒരു ഓവർവ്യൂ തരാം. ഇപ്പൊ നമ്മൾ മെയിൻലി പറഞ്ഞത് 3 കമാൻഡ്സ് ആണ്.
IF കോൺഫിഗ് അല്ലെങ്കിൽ IP കോൺഫിഗ് എന്ന് പറയും. അപ്പൊ ഒരു ടീച്ചർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ട്രേസ് റൂട്ടിംഗ് ടു ഗൂഗിൾ. ഗൂഗിളിന്റെ IP ഇതാണ്. ആദ്യം പോയത് ഇതിലോട്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇപ്പം എന്തെങ്കിലും ടൈപ്പ് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റിടത്ത് എത്തുന്നത്, എത്ര ഡിവൈസസിൽ കൂടെ കേറിയിട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പം ആദ്യം നമ്മൾ പഠിച്ചു IF കോൺഫിഗ് എന്താണ്, നമ്മുടെ ഡിവൈസിന്റെ IP അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിന്റെ MAC അഡ്രസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ രണ്ടാമത് പഠിച്ചതെന്ന് വെച്ചാൽ കണക്ടിവിറ്റി ഉണ്ട്, ഏതെങ്കിലും സൈറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അതിന്റെ IP അഡ്രസ് എന്താണ് എന്നുള്ള സാധനം നമ്മൾ രണ്ടാമത് പഠിച്ചു. മൂന്നാമത് നമ്മളിൽ നിന്ന് മറ്റേതിലോട്ട് പോകുന്നതിന്റെ ഇടയിൽ എത്ര റൗട്ടേഴ്സിൽ കയറുന്നു, ആ റൗട്ടേഴ്സിന്റെ IP അഡ്രസ്സും ഡീറ്റെയിൽസ് എടുക്കാൻ പഠിച്ചു. 3 സാധനം പഠിച്ചു. നമ്മളത് എന്താണ്, ഡെസ്റ്റിനേഷനിലോട്ട് കണക്ടിവിറ്റി കിട്ടുന്നുണ്ടോ, ഇതിന്റെ ഇടയിൽ ആരൊക്കെയുണ്ട്, ഇത്രയും 3 സാധനമാണ് നമ്മളിപ്പോ പഠിച്ചത്. ബേസിക്കലി ആയിട്ട് അറിയേണ്ട നെറ്റ്വർക്കിലെ 3 സാധനങ്ങളാണ്. ഒരു ഡേറ്റ ഒരിടത്തു നിന്ന് മറ്റേടത്ത് പോകുന്നു. അപ്പം നമ്മുടെ അഡ്രസ് എന്താണെന്ന് പഠിച്ചു, മറ്റൊരു അഡ്രസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചു. പിങ് google.com എന്ന് അടിച്ചാൽ ഗൂഗിളിന്റെ സെർവറിന്റെ IP അഡ്രസ് കിട്ടും. അതാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ IF കോൺഫിഗ് അടിക്കുമ്പോൾ നമ്മുടെ അഡ്രസ് കിട്ടും. ഇപ്പൊ സോഴ്സ് അഡ്രസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട്. ഒരിടത്തു നിന്ന് മറ്റേടത്ത് പോകുമ്പോൾ ഏതൊക്കെ വഴിയിൽ കൂടെയാണ് പോയത്, ഏതൊക്കെ റൗട്ടറിൽ കൂടെയാണ് പോയത്, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാനാണ് ട്രേസ് റൗട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും പേർക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തെന്ന് പറയുന്നത് NS ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ്. ഈ DNS എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. DNS എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയും. ബേസിക്കലി എല്ലാ സാധനവും സ്റ്റോർ ചെയ്യുന്നത് ഇപ്പൊ ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് അപ്പാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിനൊരു ഡിവൈസിനൊരു IP അഡ്രസ് ആണുള്ളത്. ഇപ്പൊ IP അഡ്രസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കാണിച്ച പോലത്തെ ഇത്ര IP അഡ്രസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഓരോ സൈറ്റിന്റെ IP അഡ്രസ് നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റൂല. സോ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ DNS എന്ന് പറയുന്നത്. DNS ഒരു പേരായിരിക്കും. പേരാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. google.com അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കും. DNS എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ google.com എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗൂഗിളിന്റെ സെർവറിന്റെ IP ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ google.com എന്ന് അടിക്കുമ്പോൾ മെയിൻലി പോകുന്നത് ഈ IP ലോട്ടാണ്. ഈ പിങ് ഒക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ സെർവറിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ DNS ആണ് ഈ IP അഡ്രസ്സിനെ google.com മാപ്പ് ചെയ്യണം. അപ്പൊ google.com എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിനകത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു അഡ്രസ്സിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അഡ്രസ്സ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ട്. മാപ്പിൽ എടുക്കുകയാണെങ്കിൽ അത് വലിയ കോർഡിനേറ്റ്സ് ആണ്. അത് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാനും ഓർത്തിരിക്കാനും പറ്റൂല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അഡ്രസ്സും പിൻകോഡ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം സാധനമാണ് ഈ ലാറ്റിറ്റ്യൂഡും, ഡിവൈസസിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് ഈ IP അഡ്രസ്. നമ്മുടെ അല്ലാത്ത പറയുന്ന അഡ്രസ്സാണ്, സ്ഥലപ്പേര് അങ്ങനത്തെയൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം എന്ന് പറയും. ഡൊമൈൻ നെയിം. അപ്പൊ ഈ DNS ആണ് ഇതിനെ പരസ്പരം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ഈ NS ലുക്കപ്പ് എന്ന് പറയുന്ന കമാൻഡ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു IP കിട്ടി. ആ IP കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതിനകത്തോട്ടാണ് കണക്ട്. ഇപ്പം ഗൂഗിളിന്റെ ഒരു IP അഡ്രസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിന് കുറെ IP അഡ്രസ് ഉണ്ടെന്ന്. ഇപ്പൊ NS ലുക്കപ്പ് 8.8.8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതിലായിട്ടാണ്, ഏത് ഡൊമൈനിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കണേന്ന് അറിയാൻ പറ്റും. എക്സാമ്പിൾ NS ലുക്കപ്പ് 8.8.8 ഉണ്ട്. സെർവർ നമ്മുടെ സെർവർ, അതിന്റെ അഡ്രസ്. നോൺ ഓതറൈസ് എന്ന് പറയുന്നത് മറ്റേതിന്റെ നെയിം കണ്ട DNS.Google. ഇപ്പം പകരം NS ലുക്കപ്പ് ഗൂഗിളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ google.com കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു IP അഡ്രസ് കാണിച്ചു തരും. കണ്ട ഗൂഗിളിന്റെ ഒരു IP അഡ്രസ് നേരത്തെ നമ്മൾ ചെയ്തതിൽ ഇപ്പൊ ഗൂഗിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ടൊരു സിമിലർ ആയിരിക്കും. ഇവിടുന്ന് ഇപ്പൊ എനിക്ക് ഇത്രയും ചെയ്ത വെച്ച് എനിക്ക് മനസ്സിലായത് ഇവിടുന്ന് അടുത്തുള്ള ഗൂഗിളിന്റെ സെർവറിന്റെ IP അഡ്രസ് ആണ് ഇത്. ചിലവർക്ക് വേറെ ആയിരിക്കും വരുന്നത് അവരുടെ ലൊക്കേഷൻ അനുസരിച്ച്. ഇപ്പൊ ഇതുപോലെ തന്നെ NS ലുക്കപ്പ് ഇപ്പം നമുക്കിപ്പം അറൗണ്ട് ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്ന വെർസലാണ്. അപ്പൊ വെർസലിന്റെ IP അഡ്രസ് വരാൻ നോക്കാം. ഉണ്ട്. അതിന്റെ അഡ്രസ് വന്നു. അത് വെർസലിലാണ് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെർസലിന്റെ ഇതാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആണെങ്കിൽ അതെവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള അഡ്രസ് വന്നു. പകരം ഇപ്പം ഇത് കൊടുത്താൽ എന്ത് വരും?
ഇപ്പൊ ഒരു സെർവറിന്റെ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതിലോട്ടാണ് പറഞ്ഞത് ഉണ്ട് ഇത് കൊടുത്താലും മതി. പെർസൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നോണ്ടാണ് ഇത്, അല്ലാത്തതാണെങ്കിൽ കറക്റ്റ്. എക്സ്ക്യൂസ് മീ, ശരി. ആ NS ലുക്കപ്പ് 8.8.8.8 കൊടുത്തത് എന്തിനായിരുന്നു? ഗൂഗിളിന്റെ ബേസിക് ആയിട്ടുള്ള IP അഡ്രസ് ആണ് 8.8.8.8 എന്ന് പറയുന്നത്. അപ്പം 8.8.8 എന്ന് പറയുന്നത് ഗൂഗിളിന്റെ DNS ആണ്. കണ്ട 8.8 പ്രൈമറി DNS സെർവർ ഫോർ ഗൂഗിൾ. അപ്പം ആ അഡ്രസ് കൊടുത്തപ്പോ അത് ഗൂഗിളിന്റെ ആണ് നമുക്ക് തിരിച്ചു കിട്ടി. ഏത് IP കൊടുത്താലും അത് ഏതിന്റെ DNS ആണ് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ DNS.google എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8.8.8 എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഇത് കിട്ടും. നിങ്ങൾ ജസ്റ്റ് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കോ, ഈ കമന്റ് ഒന്ന് റൺ ചെയ്ത് നോക്കോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്ത് നോക്കിയ അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഇതിൽ നോൺ അതോറിറ്റേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ വരുന്നുണ്ട്, നെയിം ആൻഡ് അഡ്രസ്. അതിലുള്ള അഡ്രസ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒരു 4 ലെക്ചർ ആയിട്ട് നമ്മളിപ്പോ NSLOOKUP@gmail.com എന്ന് കൊടുക്കുവാണെങ്കിൽ സെർവർ അൺനോൺ അഡ്രസ് ഒരു IP അഡ്രസ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നോൺ അതോറിറ്റേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നെയിം gmail.com, ദെൻ അഡ്രസ് 2404:6800 എക്സെട്ര എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വാല്യൂ വരുന്നുണ്ട്. അതെന്താണ്? ഏതാണ് ചാറ്റിൽ ഇടാമോ? ഞാൻ ജസ്റ്റ് നോക്കിട്ട് പറഞ്ഞു. ചാറ്റ് ബോക്സിൽ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നോൺ ഓതറൈസ്ഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നെയിം എന്നാണോ? നെയിമിന്റെ താഴെയുള്ള അഡ്രസ് അത് ഇപ്പൊ കണ്ടിട്ട് ഇത് IP വെർഷൻ 6 ആണെന്ന് തോന്നുന്നു. IP അഡ്രസ് വെർഷൻ 6. അതിന്റെ താഴെ IP അഡ്രസ് വെർഷൻ 4 കിടപ്പുണ്ട്. ഇതുണ്ട് IP അഡ്രസ് വെർഷൻ 6 ആയിരിക്കും ഇത്. ഡബിൾ ഡോട്ട്സ് വരുന്നുണ്ട്. IP അഡ്രസ് ഇതിന്റെ IP അഡ്രസ് വെർഷൻ 4 ആണ്. ഹലോ, മാം ചോദിച്ചോളൂ. ഈ ഗൂഗിളില് മാത്രമേ DNS സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ? എല്ലാത്തിനും ഉണ്ട് DNS. കാര്യം ഇപ്പം ഡൊമൈൻ നെയിം കൊടുക്കുമ്പം അതിലോട്ട് എത്തണമെങ്കിൽ അത് DNS ഉള്ളതുണ്ടാവും. ഫേസ്ബുക്കും എല്ലാം കാണും. ഫേസ്ബുക്കിനുണ്ട്, ഫേസ്ബുക്കിന്റെ IP അഡ്രസ്. ആമസോണിനുണ്ട്. ആമസോണിന് ഇത്ര തന്നെ കയറി വരുന്നുണ്ട്. ഇത്ര അടുത്തുള്ള IP അഡ്രസ് ആയിരിക്കും. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ അതിന് ഡൊമൈൻ നെയിം ഉണ്ടോ അതിനെന്തായാലും DNS കാണും. ഡൊമൈൻ നെയിം ആക്ച്വലി ചെയ്യണത് ഒരു IP അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്തിടുകയാണ് ചെയ്യണം. അത് ഏതിനകത്തോട്ടാണ് മാപ്പ് ചെയ്തതെന്നുള്ള IP അഡ്രസ് ആണ് ഈ കിട്ടുന്നത്. ഇപ്പൊ IP അഡ്രസ് കൊടുത്ത് അത് ഏതെങ്കിലും ഡൊമൈനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ല, ഈ ഡൊമൈൻ നെയിം സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അത് ആരാണോ റൺ ചെയ്യുന്നത് അതായിരിക്കും. ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പം അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യണത് ഞാനായിരിക്കും. ഇപ്പൊ കോളേജിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ കോളേജിന്റെ സെർവർ ആയിരിക്കും. നമ്മുടെ ഈ ഡൊമൈൻ നെയിം ഗോഡാഡി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഗോഡാഡി പല സൈറ്റ് ഉണ്ട്. ഗോഡാഡി ഉണ്ട്, പിന്നെ നെയിം ചീപ്പ് സെർവർ ഉണ്ട്, അങ്ങനെ പല സെർവേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നല്ല, നമുക്ക് ഡൊമൈൻ നെയിം ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇപ്പം കാണിച്ചു വാങ്ങിക്കാം. ഓക്കെ. രണ്ടൊന്ന് എക്സാമ്പിൾ ആണ് ശരി എങ്ങനെ ഒരു സൈറ്റ് വാങ്ങിക്കാം. ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 2 വെബ്സൈറ്റുകളാണ് ഇത്. mohammed.me എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് എടുത്തിട്ടുണ്ട്, pulstar.in എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടെ സെർച്ച് ചെയ്യും. ഇപ്പം ലൈക്ക് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സാധനം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്, ഇത്രയാണ് ഈ ഡൊമൈൻ ഉണ്ട്, ഇത്ര രൂപയ്ക്ക് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പേര്, ഇപ്പം പല കാണുന്ന സൈറ്റുകളും ഇതേപോലത്തെ പേര് നോക്കി സെർച്ച് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും. laptopschool.com 1 രൂപയ്ക്ക് കിട്ടും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിം നമ്മുടേതാവും.
അതായിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 2 ഡൊമെയിൻസ് ആണ് ഇത്. ഇതുപോലെ പല ഇടത്തുനിന്നും വാങ്ങിക്കാൻ പറ്റും. കുറെ സൈറ്റ്സ് ഉണ്ട്. ഇത് ഡൊമെയിൻ നെയിം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സാധനം സൈറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഐപി ആയിട്ട് ഇത് കണക്ട് ചെയ്യണം. ഞാൻ വെർസലിൽ 2-3 കുറെ വെബ്സൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഉം. ഇപ്പൊ ഞാൻ കുറെ സൈറ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഈ സൈറ്റ് ഞാൻ വെർസലിൽ ഹോസ്റ്റ് ചെയ്ത്. വെർസല് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ കാരണം അതിൽ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ AWS അല്ലെങ്കിൽ GCP AWS എന്ന് പറഞ്ഞാൽ ആമസോൺ വെബ് സർവീസ് ആണ്. ഇതിൽ നിന്ന് ഒരു സെർവർ വാങ്ങിക്കും. സെർവർ എന്തെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഉള്ള പോലത്തെ ഒരു മെഷീനാണ്. ഈ മെഷീൻ സെർവർ ആവണമെങ്കിൽ അതിൽ എപ്പോഴും ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. അതിന് എപ്പോഴും പവർ വേണം. നമ്മളൊരു വെബ്സൈറ്റ് ചെയ്തിട്ട് നമ്മളെ ലാപ്പ് എപ്പോഴും നെറ്റിലും കണക്ട് ചെയ്ത് ചാർജിൽ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സെർവറിനെ വാങ്ങിക്കും. സെർവർ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവിടെ ഇപ്പൊ ആമസോണിന്റെ ഒക്കെ വലിയ സെന്റേഴ്സ് ആണ്. അതിലുള്ള കമ്പ്യൂട്ടറിന്റെ ഒരു ആക്സസ് നമുക്ക് തരും. അതിന് പകരമായിട്ട് നമ്മൾ മാസം തോറും അതിന്റെ റെന്റ് പോലെ അടച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വെർസലിൽ ഒരു സാധനം ഇങ്ങനെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഡൊമൈൻസ് എന്ന് പറയും. ഡൊമൈൻസിൽ പോയിട്ട് ഉം. ഇത് ഏറ്റവും ഈസി ഉള്ള മെത്തേഡാണ്. ഈ സാധനത്തിൽ ഇങ്ങനെ പറ്റും. നമ്മുടെ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ കുറച്ച് സാധനങ്ങൾ തരും. ഇപ്പം പുതിയതൊന്ന് ആഡ് ചെയ്യണമെങ്കിൽ പോലെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവര് പറയും ഞാൻ ഈ ഡൊമൈൻ കൊടുക്കണമെങ്കിൽ അവർ പറയും DNS പോയി ഇത് ആഡ് ചെയ്യാം. കാര്യം ഇതെന്ന് പറയുന്നത് വെർസലിന്റെ IP അഡ്രസ് ആണ്. സോ ഇത് ആഡ് ചെയ്താൽ മാത്രമേ ഇപ്പം ഈ പേര് അടിക്കുമ്പോൾ എന്റെ ഈ സൈറ്റിനകത്തോട്ട് വരത്തുള്ളൂ. അപ്പൊ ഈ DNS ഈ IP കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണിക്കും. കാര്യം ഓരോ സെർവറിനും ഓരോ IP ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പൊ ഒരു സെർവർ വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ആക്ച്വലി ഒരു കമ്പ്യൂട്ടറിന് തന്നെ വാങ്ങിക്കും പോലെയാണ്. പകരം റെന്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവര് കറക്റ്റ് വേണ്ട അതിന്റെ ഇന്റർനെറ്റും കറണ്ടും എല്ലാം അവര് പ്രൊവൈഡ് ചെയ്തോളും. അപ്പം അതിന്റെ ഒരു IP ഇട്ടു, ഒരു IP അഡ്രസ് ആ ഡിവൈസിന് സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള. ഈ IP അഡ്രസ്സിനെയാണ് ഈ പേരുമായിട്ട് കണക്ട് ചെയ്യണം. ഈ സെർവറിനകത്തായിരിക്കും, അതായത് നമ്മൾ വാങ്ങിച്ച കമ്പ്യൂട്ടറിനകത്തായിരിക്കും നമ്മുടെ വെബ്സൈറ്റും എല്ലാം കൊണ്ടിടുന്നത്. അപ്പൊ ആ IP അടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും IP പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റും. പകരം നമ്മളൊരു ഡൊമൈൻ നെയിം വാങ്ങിക്കും. പകരം എന്റെ ഈ IP അടിച്ചാൽ തന്നെ ലൈക്ക് ഇപ്പൊ എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. പക്ഷെ അതിന് പകരം ഈ ഡൊമൈൻ നെയിം വാങ്ങിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും, ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതെന്തായാലും ഇപ്പം സിലബസിലില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇങ്ങനെ. കാര്യം ഇത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇത്ര സാധനം അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഒക്കെ ചെയ്ത് അപ്പാക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ്, വലിയ പാടില്ല. ഒരു ഡൊമൈൻ നെയിം വാങ്ങിക്കുക, നമ്മൾ HTML എഴുതിയ സാധനം കൊണ്ട് വെർസലിൽ ഇടുക, ഇത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പേരിൽ ഓരോ വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ മാം ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് എന്നെ സ്ലിപ്പപ്പ് ഈ ഒരു ഇത് കൊടുത്തപ്പോൾ TASD കൊച്ചിൻ മാമിന്റെ കോളേജ് കൊടുത്തപ്പോൾ മാമിന്റെ കോളേജിന്റെ സൈറ്റ് ഇട്ടിരിക്കുന്ന സെർവറിന്റെ IP അഡ്രസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ IP അഡ്രസ് അടിച്ചാൽ തന്നെ ചിലപ്പോൾ ആ സൈറ്റ് ലോഡായി വരും. 404 എന്ന് പറഞ്ഞിട്ട് ഒരു HTML പേജിലോട്ട് പോകുന്നുണ്ട്. അത് അവർ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതിനകത്തോട്ട് പോകണം എന്നുള്ളത്. ഇപ്പം പകരം NS ലുക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ അവര് വേറെ എന്തെങ്കിലും കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് ഇപ്പം ഇത് കൊടുക്കുമ്പോ അവരുടെ ഇതും കൂടെ വരേണ്ടതാണ്. കോളേജിന്റെ പേര് വരും. അത് കോൺഫിഗർ ചെയ്ത് വെക്കണം. കണ്ട അതിലോട്ട് പോകുന്ന IP ഏതിലോട്ടാണ് പോകുന്നത്?
എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഏതോ ഈ സൈറ്റ് വഴിയായിരിക്കും അവര് സെർവർ വാങ്ങിച്ചിട്ടുള്ളത്. Yes. ഇതുവഴി എന്തൊക്കെയാണ് അവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ ആണ് ആ കാണിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇപ്പം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും ഇപ്പൊ ഒരു സൈബർ സെക്യൂരിറ്റി ആളാണെങ്കിലും ഇങ്ങനെ ഓരോന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഈ ഇത്രയും സാധനങ്ങളുടെ ഒരു ഐഡിയ കിട്ടും. അത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചെന്ന് ഇതിലില്ല. ഞാൻ ജസ്റ്റ് എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ ആണോ? ഈ സെർവർ കോൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ അടുത്ത് പറയുന്ന കമാൻഡ് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതാണ് ഞാൻ അത് ജസ്റ്റ് എന്താണെന്ന് വെച്ചൊന്ന് പറഞ്ഞത്. ഓക്കെ ആണ്. അടുത്ത കമാൻഡിലോട്ട് പോട്ടെ. അത് ഇത് ചെയ്തു നോക്കണം. എന്തെങ്കിലും സാധനം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു 3-4 കമാൻഡും കൂടെ ഉള്ളു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയർ ഷാർക്കിലോട്ട് പോവാം. ഇത് ഇത്ര ഓക്കെ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അടുത്തൊരു 4 കമാൻഡ് സെർവറിലോട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന SSH അതിനെയൊക്കെ പറ്റിയിട്ടാണ്. ഇതില് ചില ഇത് കൊടുക്കുമ്പോ സെർവർ അൺനോൺ വരുന്നത് എന്തുകൊണ്ടാ? ഈ കമാൻഡ് അല്ലേ? NS ലുക്കപ്പില് ഇപ്പോൾ facebook.com കൊടുക്കുമ്പോ ആദ്യം വരുന്ന സെർവർ അൺനോൺ ആണ്. അല്ലല്ലോ, കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. NS ലുക്കപ്പ് ഫേസ്ബുക്ക് സ്പെല്ലിംഗ് നോക്കിയോ? ചിലപ്പം വേറെ സ്പെല്ലിംഗ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഡൊമൈൻ ആരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് IP-ലോട്ടൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് കൊടുത്തപ്പോ കറക്റ്റ് വരുന്നുണ്ട്. സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോൺ അതോറിറ്റേറ്റീവ് ആൻസറിൽ നെയിം facebook.com അഡ്രസ് വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് വരുന്നതിൽ സെർവർ അൺനോൺ എന്നാണ് വരുന്നത്. ഈ സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിന്റെ IP അഡ്രസ് ആണ്. ചിലവർ കോളേജിൽ നിന്ന് കയറുമ്പോൾ അവിടുത്തെ ഫയർവാൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കത്തില്ല. ഓക്കെ ഈ ഓക്കെ. സാധനം എന്ന് വൈഫൈ പറയുന്നത് ആണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആയിരിക്കും. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിവൈസിന്റെ. ഇപ്പൊ ഞാനിപ്പം ഓക്കെ ഓക്കെ. കോൺഫിഗ് അടിക്കുമ്പോഴത്തേക്കും ഈ EN0 വന്നിട്ടുള്ള ഈ IP ഇത് നോക്കിയോ, 192.168.12.142. അതാണ് ഇവിടെ വരുന്നത്. അത് നമ്മുടെ IP, അല്ലെങ്കിൽ നമ്മുടെ റൗട്ടറിന്റെ IP. ഇത് മെയിൻലി പറഞ്ഞാൽ നിങ്ങളെ റൗട്ടറിന്റെ IP ആണ്. ഇതാണ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ളത്. കറക്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് Okay, thank you. അടുത്ത പോണെങ്കിൽ കുറച്ച് ടൈം എന്തായാലും എടുക്കും SSH കമാൻഡ്. അപ്പം വേണമെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സാധനം എല്ലാവർക്കും ക്ലിയർ അല്ലായിരുന്നു? ആഡിയോസ് എന്താണ്, അതുപോലെ തന്നെ കമാൻഡിന്റെ ബേസിക് ആയിട്ട് IF കോൺഫിഗ് നമ്മുടെ IP കണ്ടുപിടിക്കാൻ, പിങ് കണക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ, ട്രേസ് റൂട്ട് ഏതൊക്കെ വഴിയാണ് ഡേറ്റ പാക്കറ്റ്സ് പോകണമെന്ന് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ DNS ലുക്കപ്പ്. ഇത്ര സാധനം ഒക്കെ അല്ലേ? സോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് SSH എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. SSH എന്ന് പറഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ഷെൽ. അതായത് ഇപ്പൊ നമ്മുടെ ഡിവൈസിന്റെ ടെർമിനൽ വഴി യൂസ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു ഡിവൈസ് അതിനെ ആക്സസ് ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു സെർവർ പോലെ. കാര്യം നമുക്കിപ്പോ ഞാൻ നേരത്തെ നിങ്ങളതിൽ പറഞ്ഞല്ലോ, നമ്മളൊരു വെബ്സൈറ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളൊരു സെർവർ AWS ന്നോ ഗൂഗിൾ ക്ലൗഡിൽ നിന്നോ മൈക്രോസോഫ്റ്റ് അഷറിൽ നിന്നോ ഇവിടെ നിന്ന് റെന്റിന് എടുക്കും. റെന്റിന് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഡിവൈസ് ഇല്ല. സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആ ഡിവൈസ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് ഈ SSH വഴിയായിരിക്കും മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. SSH വഴി എന്ന് പറഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ഷെല്ലാണ്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുക, അതിനൊരു കമാൻഡ് ഉണ്ട്, SSH സ്പേസ് യൂസർ. അതിന്റെ യൂസർ ഏതാണ് അതിന്റെ IP അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഡിവൈസിന്റെ ടെർമിനലിലോട്ട് നമുക്ക് ആക്സസ് കിട്ടും. ഇപ്പൊ എക്സാമ്പിള് ഇതാണ് കമാൻഡ്. ഇത് -P കൊടുക്കുന്ന ഏത് പോർട്ടിലോട്ട് പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വേറെ ചെയ്തതിനു ശേഷം SSH നടിക്കുക. എന്നിട്ടിപ്പം യൂസർ
അറ്റ് ഹോസ്റ്റ് ഇങ്ങനെയാണ് മെയിൻലി കൊടുക്കണം. യൂസർ അറ്റ് ഹോസ്റ്റ്, യൂസർ എന്ന് വെച്ചാൽ ആ ഡിവൈസിന്റെ യൂസർ നെയിം, പിന്നെ ഹോസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ IP അഡ്രസ് അല്ലെങ്കിൽ എന്ത്. ഇപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പം തൽക്കാലം സെർവർ ഒന്നുമില്ല, അപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് കണ്ടടിക്കാം. ഇത് ചെയ്യണമെന്ന് വെച്ചാൽ റൂട്ട് checkfall.net എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതുണ്ട്, അതിന്റെ ഒരു സെർവർ ഉണ്ട്. അതിന്റെ റൂട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത്. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, checkfall എന്നാണ്. ഉണ്ട്. നിങ്ങളുടെ ഡിവൈസിൽ ചിലപ്പോൾ SSH കാണൂല. SSH ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. ടെമ്പററി ആയിട്ടാണ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. SSH ഫോർ വിൻഡോസ്. അതിനോട് അങ്ങനെ കൊടുത്താൽ കറക്റ്റ് കിട്ടും. വിൻഡോസിന്റെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് SSH സ്പേസ് ഞാൻ പറഞ്ഞ കമാൻഡ് അടിച്ചു നോക്കുക. അപ്പം SSH ഇല്ല അങ്ങനെ എന്തെങ്കിലും ആണ് പറയണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കമാൻഡ് ഇതിനകത്തോട്ട് ഇടാം, ചാറ്റിൽ ഇടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. സെർവർ കണക്ട് ആണ് ഉള്ളത്. ഫ്രീ സെർവർ കൊണ്ടാണ് ഇത്ര സമയം, അല്ലെങ്കിൽ പെട്ടെന്നാവും. എൻട്രോ എടുക്കുക. ഇപ്പൊ സെർവറിൽ കയറി കണ്ട റൂട്ട്, ഇത് അതിന്റെ യൂസർ എന്താണ് അത് നമ്മൾ നോക്കണ്ട. ഇപ്പം ഇതിന്റെ സ്റ്റോറേജ് എത്ര ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഡിവൈസസിൽ അടിക്കും പോലെ തന്നെ LS ഇതിൽ അടിക്കാം. IF കോൺഫിഗ് ഉണ്ടെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. IF കോൺഫിഗ് ഉണ്ട്. ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട ഇഥർനെറ്റ് ആണ്, ETH0. അതിന്റെ IP അഡ്രസ് വെർഷൻ 4 ഇതാണ്. ഇത് ഇത്ര ഉണ്ട്. പിന്നെ അതിന്റെ നെറ്റ് മാസ്ക് ഉണ്ട്, ഇത്രയാണ്. ബ്രോഡ്കാസ്റ്റ് IP ഇതാണ്. ഫുള്ളുണ്ട്. ഈ ഡിവൈസിന്റെ ഇതാണ് ഡിവൈസ് സ്റ്റാറ്റസ് അപ്പാണ്. ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, റണ്ണിങ് ആണ്. ഇത്രയും കാണാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഡിവൈസ് ഉണ്ട്. LS, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം കമാൻഡ്സ് പഠിച്ചിട്ടില്ലേ? LS, CD, MKDIR, അറിയാമോ? ഇത് ഞാൻ ജസ്റ്റ് ഈ സാധനം അറിയാമെന്നും പറഞ്ഞാൽ ഞാൻ പറയുന്നത്, അറിഞ്ഞിട്ടേക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കാണാമല്ലോ സ്ക്രീനൊക്കെ. എന്തായാലും ജസ്റ്റ് പറയാം. ഇപ്പൊ SSH കമാൻഡ് എന്ന് വെച്ചാൽ വേറൊരു സെർവറിനകത്തോട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതിന്റെ ഷെല്ല് നമുക്ക് ആക്സസ് ചെയ്യാം. ഷെൽ മീൻസ് ടെർമിനൽ. അതിന് വേണ്ടി കൊടുക്കുന്ന കമാൻഡാണ് SSH സ്പേസ്, അതിന്റെ യൂസർ ഏതാണ്, അതിന്റെ IP അഡ്രസ് ഓർ അതിന്റെ DNS കൊടുക്കുമ്പോഴത്തേക്കും ആ സെർവറിനകത്തോട്ട് നമ്മൾ കയറി. എന്നിട്ട് ഞാൻ ആദ്യം കൊടുത്തത് LS കൊടുത്തു. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ഉണ്ടെന്ന് വന്നു. CD ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ LS കൂടെ അടിക്കുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കിപ്പം ഇത് നമ്മുടെ സെർവർ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട്, ഇപ്പം ഗിറ്റ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെയൊക്കെ ക്ലോൺ ചെയ്ത് ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് അതിനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാമോ? ജസ്റ്റ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇത് തന്നു. അപ്പൊ SSH വെച്ചിട്ട് എല്ലാവരും ഈ സിസ്റ്റത്തിനകത്ത് കയറിയിട്ട് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒരാൾ നമ്മുടെ ഈ മീറ്റിലുള്ള ആരെങ്കിലും ഇതിനകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ ബാക്കി എല്ലാവർക്കും കാണാം. കാര്യം ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ടൊരു ഇത് കിട്ടുകയാണ്. CD ഞാൻ ഇതിനകത്ത് MKDIR ഫാക്കൽറ്റി എന്ന് അടിക്കുമ്പോൾ ഫാക്കൽറ്റി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അത് കാണാൻ പറ്റുമെന്ന് നോക്കുക. എല്ലാവരും ജസ്റ്റ് അതൊന്ന് ചെയ്തു വയ്ക്കും. എന്നിട്ട് ഇത്രയും വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് CD ഫാക്കൽറ്റി അടിച്ച് കയറിയതിനു ശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ടച്ച് ഒന്ന് യൂസ് ചെയ്യാം. ടച്ച് name.txt. ഈ ഇത്രയും കമന്റ് ഞാൻ ഓട്ടിച്ച് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ്. അറിഞ്ഞൂടെങ്കിൽ പറഞ്ഞ ഈ സാധനങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം എക്സ്ട്രാ ആയിട്ട്. സിസ്റ്റം ബേസിക് സിസ്റ്റം കമാൻഡ്സ് ആണ്.
എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും. SSH അടിച്ച് ഈ ഡിവൈസിനകത്തോട്ട് കയറിയിട്ട് അതിന്റെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിങ്ങളുടെ ഒരു പേര് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കോളേജ് നെയിം എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ഫയലേ ഉള്ളൂ. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഞാൻ കമാൻഡ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എറർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സോർട്ട് ചെയ്യാം. ഹലോ മാം, ചോദിച്ചോളൂ. എന്തെങ്കിലും എറർ എന്തെങ്കിലും ആണ്? പാസ്വേഡ് സെറ്റ് ഫോൾട്ട് തന്നെ എടുത്താൽ SEGFAULT. ആരും ഇതുവരെ ഫയലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അതെ, ഒന്ന് രണ്ടുപേരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആണ്. ഓക്കെ, ഫിംഗർ പ്രിന്റ് വയ്യോ എന്നൊന്ന് ചോദിക്കാതെ വയ്യോ എടുത്താൽ. പക്ഷെ അത് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിലാ വരുന്നത്. ഡെസ്ക്ടോപ്പിൽ നടത്താം. TIST. ഇത് കാണാല്ലേ, എനിക്ക് തോന്നുന്നു അത് വേറൊരു സെർവറായി കാണും. ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ സെർവർ. ഓർഡർ എന്ന് പറഞ്ഞാ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഈ സെർവറിനകത്തോട്ട് ഒരു ആക്സസ് കിട്ടിയില്ലേ? അത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അപ്പം ബേസിക്കലി ഒരു സെർവറിനകത്തോട്ട്, അല്ലെങ്കിൽ ഇപ്പം
നമ്മളിപ്പോ എന്തെങ്കിലും വെബ്സൈറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സെർവർ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലോട്ട്. ഇപ്പൊ നമ്മുടെ ഉം. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു കമ്പ്യൂട്ടർ ലാബിൽ എവിടെയെങ്കിലും വീട്ടിലെ ഏതെങ്കിലും ഇതില് ഓപ്പൺ SSH സെർവർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിരുന്ന ആ സിസ്റ്റത്തിന് നമുക്ക് എവിടെ ഇരുന്നിട്ടും ഇത് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ IP അഡ്രസ്സും ബാക്കി ഡേറ്റാസും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ അടിച്ച പോലത്തെ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എക്സിറ്റ് എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഔട്ടാവും. വീണ്ടും കയറണമെങ്കിൽ ഈ കോഡ് വെച്ച് കയറാമെന്നാണ് ജസ്റ്റ് പറയുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മുടെ ഇതിനകത്തോട്ട് കയറുന്നത്. ഐഡിയ കിട്ടിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനാണ് ഞാൻ കയറിയത് വേറൊരു ഇതിനകത്തായിരുന്നു. ഹുട്നീവ് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ്. നിങ്ങൾ കയറിയ ബ്രീസ് അങ്ങനെ പല പല ഇതായിരിക്കും. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഒരു സെർവറിനെ മൾട്ടിപ്പിൾ ആക്കി ഓരോരുത്തർ കയറുന്ന അനുസരിച്ച് പുതിയൊരു സെർവറുകളാക്കി നമുക്ക് തരാം. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു സെർവർ എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ എടുത്തിട്ടുള്ളത് GCP-യിലാണ്. ഞാനൊരു വെർച്വൽ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അല്ല, ഒരു സിസ്റ്റം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇപ്പം 2 GB 4 GB റാം 10 GB ഇത് ഒക്കെ ഉള്ളതിനാണെങ്കിൽ മാസം $25 അങ്ങനെ ശരിക്കും വാങ്ങിക്കുന്നു. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എന്റെ സെർവറാണ്. 2 സെർവർ എടുത്തിട്ടുണ്ട്. ഇത് ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യും. കീ ഒന്നും ഇല്ലാത്തണ്ട്. ഇതായിരിക്കും എന്റെ സെർവർ. ഉണ്ട് എന്റെ യൂസർ നെയിം, എന്റെ സെർവറിന്റെ ഇത്. എന്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതാണ് ബേസിക്കലി SSH എന്ന് പറഞ്ഞത്. ഈ SSH എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ? SSH ബേസിക്കലി ഉപയോഗിക്കുന്ന വേറൊരു സിസ്റ്റത്തിന്റെ ഷെല്ല് അല്ലെങ്കിൽ ടെർമിനൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ. ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ SSH സ്പേസ് root@secfolder.net എന്നാ പറയുന്നതെങ്കിൽ ഈ സൈറ്റ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവരിൽ നെറ്റ് വേണം. ആക്ച്വലി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ SSH കമാൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ SSH സ്പേസ് യൂസർ ഹോസ്റ്റ് നെയിം. അതൊരു IP അഡ്രസ് ആവാം, എന്ത് വേണോ ആവാം. ഇപ്പം എന്റെ ഇതില് ഇതിനകത്തുനിന്ന് തന്നെ ലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു IP അഡ്രസ് ആയിരിക്കും വരുന്നത്. യൂസർ ഇപ്പൊ ഇതിനകത്തോട്ട് കയറണമെങ്കിൽ എന്റെ ടെർമിനലിൽ SSH സ്പേസ് muhammad_samsara25 ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് വരും. ഇനി ഇതിന്റെ കൂടെ കുറച്ച് കീ ഒക്കെ ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുക ഏറ്റവും ബെറ്റർ ഇതാണ്. ഞാൻ ഇപ്പൊ തന്ന സെക്വോൾട്ടിന്റെ ഇത് ഞാൻ ഇതിന്റെ ഒരു ഗിറ്റബ് റെപ്പോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. മനസ്സിലാവും. VNC ഒക്കെ ഓൺ ചെയ്തിട്ട് ഡയറക്റ്റ് വേറെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല. ബട്ട് ഇതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം VNC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. VNC ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉബുണ്ടു പോലെ തന്നെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ആ സിസ്റ്റത്തിന്റെ അതേ ഇതൊക്കെ തന്നെയാണ് ഓപ്പൺ ചെയ്ത് പറഞ്ഞത്. എന്തായാലും ഇതിന്റെ ലിങ്കും കൂടെ ഇവിടെ ഷെയർ ചെയ്തേക്കാം. ഇതാണ് SSHന്റെ കമാൻഡിന്റെ സ്ട്രക്ചർ. SSH സ്പേസ് യൂസർ ഏതാണോ @ഹോസ്റ്റ് സെർവറിന്റെ. ഈ SSHന്റെ ടോപ്പിക് ഓക്കെയാണ്. നെക്സ്റ്റ് പോട്ടെ. ചിലതിലൊക്കെ പാസ്വേഡ് അല്ലെങ്കിൽ കീ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. എന്റെ ഇപ്പൊ കാണിച്ചതിൽ കീ ഒക്കെ ഇട്ടിട്ടുണ്ട്.
കീ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കീ ആയിരിക്കും. അപ്പൊ SSH സ്പേസ് -i ഈ ഒരു സാധനം കൊടുക്കണം, ആ കീന്റെ ഫയൽ പാത്ത്, എന്നിട്ട് ഇത് കൊടുക്കണം. കാര്യം എല്ലാവർക്കും കീ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ആർക്കും വേണം ആക്സസ് ചെയ്യാലോ. അപ്പം കീ എന്ന് പറഞ്ഞ ഒരു പാസ്വേഡ് പോലെ, നമ്മുടെ വീട്ടിന്റെ ഒരു ഡോറിന്റെ കീ പോലെയാണ്. ആ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെർവറിനകത്തോട്ട് ആക്സസ് ഉള്ളൂ. അതൊരു ഫയലായിരിക്കും. ആ ഫയലാണ് ഇത്. അതിന്റെ നമ്മുടെ ഫോൾഡറിൽ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ ഇപ്പൊ എക്സാമ്പിൾ SSH സ്പേസ് -i. ഇപ്പൊ എന്താ റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്ത് ഇതൊരു കീ ആണെങ്കിൽ ആ കീ ആയിട്ട് കയറാം. എന്നിട്ട് അടുത്ത കൊടുത്താൽ ഇതിപ്പോ കീ അല്ല, ഞാൻ ചുമ്മാ സാമ്പിളിന് കാണിച്ചു. അങ്ങനെ ആയിരിക്കും സ്ട്രക്ചർ. ഇനി അടുത്തുള്ളതാണ് SCP എന്ന് പറയും. ഇത് ആക്ച്വലി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ SSH ഒരു സർവർ സിസ്റ്റത്തിൽ കയറിയില്ലേ, ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഒരു ഫയൽ കോപ്പി ചെയ്ത് അയക്കാനോ, കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫയലിനെ എടുത്ത് അങ്ങോട്ട് ഇടാനോ. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ നമ്മുടെ കോഡൊക്കെ നമ്മുടെ ലാപ്പിലായിരിക്കും, അതിനെ സെർവറിൽ എത്തിക്കണ്ടേ. അപ്പൊ ഈ SCP യൂസ് ചെയ്യും. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. SCP സ്പേസ് ഏതാണോ സോഴ്സ് അഡ്രസ് സ്പേസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. സോഴ്സിലായിരിക്കും ആ ഫയൽ കിടക്കണം. ആ ഫയല് സ്പേസ് ചെയ്ത് ഇപ്പൊ കാണിക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇതുമില്ല, മറ്റേ സെർവറിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇതൊക്കെയാണ് കമന്റ് എന്ന് ജസ്റ്റ് ഇപ്പൊ പറയാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം SCP സ്പേസ് ഇപ്പം റൂട്ട് ഇതൊരു ഫയലാണ്. ഈ ഫയലിനെ എനിക്ക് ഇപ്പൊ നേരത്തെ കണ്ട സെർവറിലോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയിട്ടൊരു സാധനം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഫയല് sample.txt എന്ന് പറഞ്ഞൊരു ഫയൽ എന്റെ ഇതിനകത്ത് കിടപ്പുണ്ട് റൂട്ടിൽ. ഇപ്പൊ ഈ ഫയലിനെ എനിക്ക് സെർവറിലോട്ട് അയക്കണം എങ്കിൽ SCP സ്പേസ് sample.txt എങ്ങോട്ടാണ് അയക്കേണ്ടത്? അയക്കേണ്ടത് ഏത് യൂസറിലായിരുന്നു? ഇത് ഇങ്ങോട്ടാണ് അയക്കേണ്ടത്. വേണ്ട, അങ്ങോട്ട് പോകണം. അതിന്റെ പാസ്വേഡ് വയ്ക്കുകയാണ്. ഇപ്പൊ ഞാൻ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിനകത്തോട്ട് ഈ ഫയൽ അങ്ങ് സെൻഡ് ആവും. ഇപ്പൊ നിങ്ങളുടെ ഏതിലെങ്കിലുമൊക്കെ ഓപ്പൺ SSH ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. എന്റെ ഫയല് സ്പേസ് അതിന്റെ ഇത് എടുക്കുമ്പോഴത്തേക്ക് വരും. ഏതെങ്കിലും ആരെങ്കിലും അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഫയൽ അതിനകത്ത് വന്നത് കാണാൻ പറ്റും. ബേസിക്കലി ഒരു ഫയലിന് ഒരു സിസ്റ്റത്തിൽ നിന്ന് സെർവറിലോട്ടോ അല്ലെങ്കിൽ സെർവറിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫയലിനെ കോപ്പി ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് SCP ഉപയോഗിക്കുന്നത്. ഈ SCP SSH സെക്യൂർ ആണ്. ഇനി ഇതിന്റെ ഓൾട്ടർനേറ്റീവ് സാധനം ഉണ്ട്, ഇച്ചിരി സെക്യൂരിറ്റി കുറഞ്ഞ പഴയതിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും സാധനം ഓക്കെ ആണെങ്കിൽ ഞാൻ അത് പറയാം. ഓക്കെ ആണോ? ഇതേ ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോഴ്സ് ഫയൽ എവിടെയാണ്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഏതാണ്, ഐഡി കിട്ടുക. എനിക്ക് നേരെ തിരിച്ചു അയക്കാം. ഇപ്പൊ SCP സ്പേസ് സെർവറിന്റെ ഇത് കൊടുത്തിട്ട് എന്റെ ഫയൽ പാത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്റെയിലോട്ടും വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഞാൻ നെക്സ്റ്റ് സാധനം പറയട്ടെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൽനെറ്റ് ആണ്. ടെൽനെറ്റ് ആക്ച്വലി എന്തെന്ന് വെച്ചാൽ SSH പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് കുറച്ച് സെക്യൂരിറ്റി കുറവുണ്ട്. ഇത് ആക്ച്വലി ടെൽനെറ്റ് ഇപ്പൊ ആരും ഉപയോഗിക്കത്തില്ല. ടെൽനെറ്റ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒന്നീ പഴയ സിസ്റ്റത്തിൽ ഇപ്പൊ SSH ഒന്നും സപ്പോർട്ട് ആവാത്ത സിസ്റ്റത്തിൽ മാത്രമേ ടെൽനെറ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ടെൽനെറ്റ് SSH പോലെ തന്നെയാണ്. അതുപോലെ തന്നെ SCPക്ക് പകരമുള്ള വേറൊന്നാണ് FTP എന്ന് പറയുന്നത്. FTP ഫയൽസ് അയക്കാനാണ്. FTP എന്ന് കേൾക്കാൻ പറയില്ല, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പം SCP ചെയ്യണമെന്ന് വെച്ചാൽ അല്ല, FTP ചെയ്യണമെന്ന് വെച്ചാൽ SCP ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്, പക്ഷെ സെക്യൂരിറ്റി ഇല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്ക് വേണോ ഇതിന് ഇപ്പം അറ്റാക്ക് ചെയ്ത് ഡേറ്റാസിനെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ FTP ടെൽനെറ്റ് ഇപ്പം വലുത് യൂസ് ചെയ്യത്തില്ല. FTP ടെൽനെറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇന്റേണൽ ആയിട്ട് നമ്മുടെ കോളേജിനകത്ത് മാത്രമുള്ള നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ
SSHും SCP സപ്പോർട്ട് ആവാത്ത പഴയ സിസ്റ്റത്തിലൊക്കെ മാത്രമേ ഇത് രണ്ടും ഉപയോഗിക്കത്തുള്ളൂ. ടിപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സെർവർ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോ വർക്കോ FTP സ്പേസ് യൂസർ നെയിം വിളിക്കും. കണ്ടോ, ഇതിനകത്തുള്ള ഫയൽസ് എല്ലാം വരുന്നുണ്ട്. ടെക്സ്റ്റ് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് സെക്യൂരിറ്റി കുറവാണ്. ആർക്കാണ് ഇതിൽ നിന്ന് ഡേറ്റാസ് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും. കമ്പാരിറ്റീവ്ലി നമ്മൾ SSH SCPനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്റെ ഫൈൻഡറിൽ ഓപ്പൺ ചെയ്യണം. അപ്പൊ അതിന്റെ ഫയലൊക്കെ കിട്ടും. നെറ്റ്വർക്ക് പുസ്തകം അയക്കുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ ചോദിച്ചേ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ സെർവർ എന്റെ ഫയൽ മാനേജറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്തേക്ക് ക്യാൻസൽ കൊടുത്തോണ്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ സൈറ്റിന്റെ ലിങ്ക് ഇപ്പൊ അയച്ചു തരാം. എക്സെൻഡർ അങ്ങനത്തെയൊക്കെ സാധനം ഇതേപോലത്തെ സാധനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ലിങ്ക് ഒന്ന് അയച്ചു. ആ ഡിവൈസിനകത്തുള്ള ഫയൽസ് ആണ് ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ടോ. FTP സെർവർ കിടക്കുന്നു. അതിനകത്ത് കയറുമ്പോൾ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫയൽസ് ഒക്കെ കൊണ്ടിടാം. ഞാനിപ്പോ ഒരു ഫയൽ ഇതിനകത്ത് ചുമ്മാ കൊണ്ടിടുകയും അപ്പൊ നിങ്ങൾക്ക് ആ ഫയലിനെ എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ ഇതിൽ നിന്ന് എടുത്തു ഇങ്ങോട്ട്. ഇത് അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മളെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ റീഡ് റൈറ്റ് ഒക്കെ അവര് കോപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആണെങ്കിൽ അതൊക്കെ ഇനേബിൾ ചെയ്തിട്ടിരുന്ന് നമ്മുടെ ഡേറ്റ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടിടാം. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാമോ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയർ ഷാർക്കിലോട്ട് പോകാം. അപ്പം ഇത്രയും പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കും ഫയൽ മാനേജറിലോ എവിടെയെങ്കിലും പോയിട്ട് അതിന്റെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ചോദിക്കുക കണക്ട് ചെയ്യട്ടെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതാണ് അതിന്റെ സൈറ്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസിന് തന്നെ ഒരു FTP സെർവറായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ കോളേജിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഡിവൈസിന് FTP സെർവറായിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി സ്റ്റുഡൻസിന്റെ പറയാം ഇതാണ് FTP സെർവറിന്റെ ഇത് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് ലാൻഡ്ലി കണക്റ്റഡ് ആണെങ്കിൽ സ്റ്റുഡൻസിനും അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഈ സിസ്റ്റത്തിന്റെ ഫയലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കി ഇവിടെ നിന്ന് ഫയൽ അവർക്ക് എടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അവർക്ക് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ കോളേജിലെ ഒരു സിസ്റ്റം SSH സെർവർ ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള ഡിവൈസസിൽ നിന്ന് SSH കമാൻഡ് അടിച്ച് നമ്മുടെ ഒരു സിസ്റ്റത്തിനെ കയറിയിട്ട് അതിൽ നിന്ന് പല ടാസ്കുകളും ചെയ്യാം. ഇത് ഇത്ര ഒന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് വയർ ഷാർക്കിലോട്ട് കയറാം. വയർ ഷാർക്ക് സിമ്പിൾ ആണ്, എന്നാലും പറഞ്ഞുതരാം. ഹലോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാണിച്ചാൽ എന്തെങ്കിലും സാധനം ഒന്നും കൂടെ പറയണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാനായിരുന്നു. ഹലോ, കേൾക്കാമോ?
സാർ കേൾക്കാം. അപ്പൊ ഇത്രയും സാധനം എല്ലാവർക്കും ക്ലിയർ അല്ലോ? ഹാർഡ്വെയറിന്റെ സാധനങ്ങൾ മൊത്തം എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ബേസിക് കമാൻഡ്സ് അല്ല EF കോൺഫിഗ്, നമ്മുടെ IP അറിയുന്ന സാധനം ശരിയാൻ, പിങ് കണക്ടിവിറ്റി നോക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ അറിയാമെങ്കിൽ അതിന്റെ IP കണ്ടുപിടിക്കാൻ, ട്രേസ് റൗട്ട്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന ഏതൊക്കെ റൗട്ടർ വഴിയാണ് കയറി പോകുന്നത്, NS ലുക്കപ്പ്, DNS അസൈൻ ചെയ്തിട്ടുള്ള IP കിട്ടാൻ, SSH വേറൊരു സെർവറിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ, SCT വേറെ സെർവറിലുള്ള ഫയലിനെ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും, ടെൽനെറ്റ് വേറൊരു സെർവറിനെ ആക്സസ് ചെയ്യാൻ, FTP ഫയൽസ് ഷെയർ ചെയ്യുന്ന സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇത്രയും സാധനം കിട്ടിയത്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് വയർ ഷാർക്കിനെ പറ്റിയിട്ടാണ്. വയർ ഷാർക്ക് ആക്ച്വലി പാക്കറ്റ് ക്യാപ്ചറിങ് ടൂൾസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു എന്ത് കൊടുത്താലും വൈഫൈ വഴി പോകുന്നത് മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ആണ്. അപ്പൊ ഓരോ പാക്കറ്റിലായിരിക്കും ഓരോ ഡേറ്റാസ് ഉള്ളത്. ആ പാക്കറ്റിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ട്, എങ്ങോട്ടാണ് പോയത്, അങ്ങനത്തെ ഏത് പ്രോട്ടോകോൾ ആണ്, അങ്ങനത്തെ ഫുൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് വയർ ഷാർക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പാക്കറ്റ് ക്യാപ്ചർ എന്ന് പറഞ്ഞ വേറെ സാധനം ഉണ്ട്. ബട്ട് നമ്മൾ വയർ ഷാർക്കിനെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. വയർ ഷാർക്ക് ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്, മിക്കതിനകത്തും ആക്സസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തോ. വയർ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ വരും. ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന്റെ ഏതാണോ അത് ഡൗൺലോഡ് ചെയ്യുക. മാക് ആണെങ്കിൽ ഇത്. ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും എല്ലാവരും. അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഈ സാധനം എല്ലാവരെയും സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ട് ചെയ്ത് നോക്കിക്കേണ്ട ഒരു സാധനമാണ്. ഒരു വൈഫൈ പാക്കറ്റ്സ് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിൽ വേറൊരു സാധനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ HTTPS ഉപയോഗിക്കണം, HTTP ഉപയോഗിക്കാത്തത്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം HTTP ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വയർ ഷാർക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റൗട്ടറിൽ ആരെങ്കിലും വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ HTTP സൈറ്റ് ആണെങ്കിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുക്കുന്ന ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ പാക്കറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം വയർ ഷാർക്ക് ഇല്ലാത്തവര് വയർ ഷാർക്ക് ഡൗൺലോഡ് ചെയ്തോളാം. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. ഞാനത് കാണിക്കട്ടെ ജസ്റ്റ്. അതിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നു. അത് ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും അപ്പം എന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഐക്കൺ ആയിരിക്കും. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് സാധനം ചോദിക്കും. വൈഫൈ ആണോ, ഇതാണോ, മീൻസ് എന്തെങ്കിലുമുള്ള ഹാർഡ്വെയർ. ഞാൻ നേരത്തെ IF കോൺഫിഗ് അടിച്ച് പോകുന്ന സാധനങ്ങളില്ലേ, അത്രയും സാധനങ്ങൾ തന്നെയാണ് ഇതിലുള്ള. ഞാനിപ്പോൾ വൈഫൈയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡേറ്റ പാക്കറ്റ്സ് പോകുന്നുണ്ട്. ആ സാധനം നമുക്ക് ആ ECG പോലത്തെ സാധനം തന്നെ കാണും. അപ്പൊ അതിൽ ഡബിൾ ടാപ്പ് ചെയ്യാം, അപ്പം വരും. ഇത്രയും സാധനങ്ങൾ എന്റെ വൈഫൈ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം എത്ര പാക്കറ്റ്സ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഓടുന്നു അത്രയും സാധനം. ഇപ്പൊ ക്രോമിന് ഇത്രയും സാധനമൊക്കെ ഓപ്പൺ ചെയ്യണം, ഇത്രയും പാക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ബേസിക് ആയിട്ട് ഞാനൊരു ഓവർവ്യൂ തരാം. ബേസിക് ഇത് എത്രാമത്തെ നമ്പറാണ് പാക്കറ്റിന്റെ, എത്ര സമയം കൊണ്ടാണ് എത്തിയത്, സോഴ്സ് അഡ്രസ് ഏതാണ്, ഇത് കണ്ടോ, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഏതാണ്, ഏത് പ്രോട്ടോകോളിലാണ് പോകുന്നത്, അതിന്റെ ലെങ്ത് എത്ര, അതിനകത്തുള്ള ഇൻഫോ എത്ര, ഇത്രയാണ് ഉള്ളത്. പിന്നെ ഈ ടൂളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സ്കാനിങ്, ഇത് റീസെറ്റ് ചെയ്യാൻ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഈ സാധനം, ഇത് സ്റ്റോപ്പ്, ഇത് റീസെറ്റ്, ഇത്ര അറിയണം. എന്നിട്ട് ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്, ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ HTTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ HTTP ഉള്ള സാധനം മാത്രം വരും. എനിക്ക് തോന്നുന്നു HTTP ഒന്നും പോയിട്ടില്ല. ഇപ്പം UDP കൊടുത്തതിന് UDP പോയിട്ടുള്ള സാധനങ്ങൾ മാത്രം വരും. ഫിൽട്ടർ ചെയ്തെടുക്കാം. ഞാൻ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു സൈറ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചോട്ടെ. ഇപ്പൊ ഇന്ത്യയിൽ ഇടയ്ക്കൊന്ന് ലാപ്പ് ഒന്ന് റീസ്റ്റാർട്ട്, അപ്പം എല്ലാ സാധനം പോയി.
ഈ സാധനം ശ്രദ്ധിച്ചാണ് നോട്ട് സെക്യൂർ എഴുതിയിട്ടുണ്ട്. HTTP അല്ലാത്തൊരു സൈറ്റാണ്. ഞാൻ ഇനി ഒന്നേന്ന് ക്യാപ്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. കണ്ടിന്യൂ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ലോഡ് ചെയ്തോണ്ടിരിക്കുകയും ഞാൻ ഈ സൈറ്റ് എടുത്ത് റീഫ്രഷ് ചെയ്ത് അപ്പൊ ഈ പാക്കറ്റ് എന്തായാലും പോയി കാണും. ലോഗിൻ ചെയ്യാൻ HTTP അല്ലാത്തൊരു സൈറ്റാണ്, ശ്രദ്ധിക്കുക. HTTPS അല്ലാത്തതാണ്, സെക്യൂർ അല്ലാത്തത്. യൂസർ നെയിം കൊടുത്ത് പാസ്വേഡ് 1 2 3 4 5 ലോഗിൻ കൊടുത്തു, ലോഗിൻ ആയി. ഇനി നമ്മളിപ്പോ ക്യാപ്ചർ ചെയ്യുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യണം. അതിനായിപ്പം എന്നിട്ട് HTTP ഫിൽട്ടർ ചെയ്യാണ്. ഇത്ര HTTP പാക്കറ്റ് പോയി. നമുക്കിത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എടുത്തപ്പോഴത്തേക്കും ഇത്ര സാധനം കണ്ട, ഇത്ര HTTP പാക്കറ്റ്സ് ആണ് പോയത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്, ഏത് ഇന്റർനെറ്റിൽ കൂടെയാണ് പോയത്. ഡെസ്റ്റിനേഷൻ അഡ്രസ് IP വെർഷൻ 6 ആണ് കാണിക്കുന്നത്. സോഴ്സ് അഡ്രസ്, ഇന്റർനെറ്റ് ഏതാണ്, പിന്നെ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, HTTPന്റെ സാധനം. അതിന് നമുക്കറിയാം ഏത് റിക്വസ്റ്റ് ആണ്, ഗെറ്റ് പോസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റിൽ അറിയേണ്ടതാണ്. അതും കൂടെ പറയണമെങ്കിൽ ഇപ്പൊ ആക്ച്വലി കഴിയത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ സാധനം പറയണത്. ഗെറ്റ് റിക്വസ്റ്റ് ഉണ്ട്. ഇതിൽ ഗെറ്റ് ആണ് യൂസ് ചെയ്തത്. പോസ്റ്റ് ഏതാണ്, ആ URL ഇല്ലേ, ആ URL ആണ് ഇത്. പിന്നെ എന്ത് ടൈപ്പ് ഡേറ്റയാണ് പോയത്, യൂസർ ഏജന്റ് ഏതാണ്, യൂസർ ഇതാണ്, മാക്കിന്റെ ഇതാണ്, ഇങ്ങനത്തെ സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ വേറൊരു സാധനം കണ്ട, ഇങ്ങനെ നോക്കുമ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് പോയിട്ടുണ്ട്, ലോഗിൻ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടെ സാധനം മനസ്സിലാവും. ഇതിൽ ആക്ച്വലി ഹൈപ്പർ ടെസ്റ്റ് ഇത് എടുക്കുമ്പോഴത്തേക്കും പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോയത്, അപ്പൊ ഡേറ്റ പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ താഴെ HTML ഫോം URL എൻകോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാര്യം നമ്മൾ നേരത്തെ അടിച്ചത് ഒരു ഫോം ആയിരുന്നു, ഗൂഗിൾ ഫോം പോലത്തെ ഒരു സാധനം, ലോഗിൻ ചെയ്യുമ്പോൾ. അപ്പൊ അതിനകത്ത് പോയ ഡേറ്റ എന്താണെന്ന് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയും. കണ്ട, യൂസർ നെയിം, അഡ്മിന്, പാസ്വേഡ് ഇത്. അപ്പൊ ഈ സാധനം ആരെങ്കിലും നമ്മുടെ റൗട്ടറിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും HTTP ആയിട്ടുള്ള സൈറ്റുകളാണെങ്കിൽ അതിന്റെ ഡേറ്റാസ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ആണെങ്കിൽ പറ്റൂല, ഇതൊക്കെ എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് HTTPS അല്ലാത്ത സൈറ്റുകൾ ആരും നമ്മൾ യൂസ് ചെയ്യരുത്, അത് കറക്റ്റ് നോക്കണം എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ ഇതാണ്. പിന്നെ പബ്ലിക് വൈഫൈയിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ആ വൈഫൈയുടെ അവർ റൗട്ടറിൽ അവർ വയർഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഇരുന്ന് എല്ലാ പാക്കറ്റും മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതിൽ നിന്ന് ജസ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ തന്നെയാണ്, ഇൻഫോ വായിക്കുമ്പോൾ തന്നെയാണ് ഇത് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്, ലോഗിൻ പേജ് ആണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ എടുത്ത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊണ്ടുപോകാൻ പറ്റും. ഈ വയർഷാർക്കിന്റെ യൂസ് അതാണ്. നമുക്ക് ഈ ഇന്റർനെറ്റിൽ കൂടെ പോകുന്ന എല്ലാ പാക്കറ്റ്സിനെയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് TCP മാത്രം, പ്രോട്ടോകോൾ മാത്രം മതിയെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. ബേസിക്കലി എത്രയൊക്കെ പോയിട്ടുണ്ടോ അത് ഫുള്ള് പാക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫുള്ള് കിട്ടും, അതിനകത്തുള്ള ഇൻഫോർമേഷനും എല്ലാം. ഇപ്പൊ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടാണ് പോയത്, അതിന്റെ ഫുൾ ലോഡ്, പേലോഡ് എത്ര, പേലോഡിന്റെ ലെങ്ത് എത്ര, അങ്ങനത്തെ മൊത്തം ഡീറ്റെയിൽസും കിട്ടും. നിങ്ങളിപ്പോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും. ഓൺ ചെയ്യുമ്പോൾ തന്നെ കുറെ സാധനങ്ങൾ വരും. എന്നിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓരോ പാക്കറ്റ് ആയിട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇത്രയാണ് മെയിൻലി നമുക്ക് അറിയാനുള്ളത് വയർ ഷാർക്കിൽ. ഐഡിയ കിട്ടിയ ഈ സാധനം സൈറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, നല്ലതായിരിക്കും. കോളേജിൽ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാക്കറ്റ്സിൽ പോയി HTTP ഫിൽട്ടർ അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം കാണാൻ പറ്റും. ഇത് ആരെങ്കിലും ഒന്ന് ഈ സാധനം ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവും, അല്ലെങ്കിൽ കറക്റ്റ് ഐഡിയ കിട്ടത്തില്ല, കൺഫ്യൂഷൻ ആണ്, എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തില്ല. So one more thing, നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സെലക്ട് ദ കോമ്പണന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം? സെലക്ട് ദ കോമ്പണന്റ്സ് ടു ഇൻസ്റ്റാൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് അതിലെല്ലാം കൊടുക്കുന്നതാണ് ബെറ്റർ. കാര്യം ചിലതൊന്നും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻഡൻസീസ് ആണ്. അപ്പോഴത്തേക്ക് ആ സാധനങ്ങൾ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ മിക്ക സാധനം മോണിറ്റർ ചെയ്യാൻ പറ്റൂല. എല്ലാം കൊടുക്കുന്നതാണ് ബെറ്റർ. പിന്നെ അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ട് ആവശ്യമുള്ള മാത്രം കൊടുത്താലും മതി. ഈ സാധനം എന്തായാലും ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. വയർ ഷാർക്കിന്റെ മോണിറ്ററിംഗ് ഓൺ ആക്കിയിട്ട് ഈ സൈറ്റിൽ കയറിയിട്ട് ചുമ്മാ ഒന്ന് ലോഗിൻ ചെയ്യുക. എന്തെങ്കിലും റാൻഡം യൂസർ നെയിം പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്തതിനു ശേഷം പാക്കറ്റിന്റെ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്തിട്ട്
ഫിൽട്ടർ ചെയ്യുക HTTP വെച്ച്. ഇപ്പൊ കുറെ സാധനം ചിലപ്പോൾ നിങ്ങളിൽ കുറെ കാണുമായിരിക്കും. എന്നിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായി. ഇപ്പൊ എസ് ഉണ്ടെങ്കിൽ അതിൽ എസ്സിലെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ എസ് വരും. എസിന്റെ അതിലൊന്നും കയറിട്ടില്ല. എസ് ഭയങ്കര സെക്യൂർ ആണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും എസിന്റെ പാക്കറ്റ്സ് വന്നാൽ പോലും അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഇതെല്ലാവരും ചെയ്തു വയ്ക്കും. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സാർ ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്നുകൂടെ പറയോ? അതായത് ഒന്നുകൂടെ ഇൻസ്റ്റാൾ പറയാം. ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആദ്യം ഞാനിപ്പോ ഒന്നേ നൽകിയാണ്. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. യുഐയിൽ ചിലപ്പോൾ ഡിഫറൻസ് ആണ്, ലൈറ്റ് തീമോ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ വൈഫൈയിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫൈൻ്റെ അല്ലെങ്കിൽ ലാൻഡ് ആണ് ലാൻഡ്. ഇത് നോക്കുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം പോകണുണ്ടോ. അതായത് അത്രയും പാക്കറ്റ്സ് അവിടെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കണമെന്നാണ് ഇതുവഴി. ഇഥർനെറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഇഥർനെറ്റിന്റെ ഇതിലായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ വൈഫൈയിലാണ്. അപ്പൊ വൈഫൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. ഇപ്പൊ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയും നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തു. പാക്കറ്റ് ക്യാപ്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു സൈറ്റ് എടുക്കുക. HTTP സൈറ്റ് എടുത്താൽ നമുക്ക് അത് ഫുള്ള് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഠിക്കുക ഇതാണ് ബെറ്റർ. എന്നിട്ട് ലോഗൗട്ട് ചെയ്ത് ഞാനിപ്പോ ലോഗിൻ ചെയ്യുന്നു. ഇപ്പൊ ഒരു ഫോം കൊടുത്ത സാധനം വന്നു. ഇതിലിപ്പം കൊടുത്തു ലോഗിൻ ചെയ്തു. ഇപ്പൊ ഈ റിക്വസ്റ്റ് ഒക്കെ പോയി. ഈ റിക്വസ്റ്റ് ഒക്കെ നമ്മുടെ ഇതിൽ ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ സ്റ്റോപ്പ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. സ്റ്റോപ്പ് ചെയ്യുന്നു. ഫിൽട്ടർ ഈ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ സോർട്ടിങ് പോലെ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാനാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ കൊടുത്ത് ഫിൽട്ടർ. ഞാൻ ഇപ്പം HTTP പ്രോട്ടോകോളിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുത്തു. ഇത്രയും സാധനങ്ങൾ വന്നു. ഓരോ പാക്കറ്റ്സ് എടുക്കുമ്പോഴും അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൂടുതൽ ഇതായിരിക്കും ലോഗിൻ. കാര്യം അതിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാക്കറ്റിന്റെ അകത്തുള്ള സാധനങ്ങളാണ് ഇത്. ഇതിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഏതെടുത്തതെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ കിട്ടും. സോഴ്സ് അഡ്രസ് ഇതാണ്. ഈ IP-ലോട്ടാണ് പോയത്. നമ്മുടെ IP ഇതായിരുന്നു. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫൈൻഡ് മൈ IP നടിക്കുമ്പോൾ കാണുക. ഇന്റർനെറ്റിൽ നിന്നല്ലേ പോയത്. IP വീണ്ടും റീഫ്രഷ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ IP ആയിരിക്കും ഇവിടത്തെ വരണം. ഇത് ഡെസ്റ്റിനേഷൻ നമ്മുടെ സെർവറിന്റെ IP ആണ്. അങ്ങോട്ട് പോയി ആ ഒരു ഡേറ്റ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, ഏത് പ്രോട്ടോകോൾ ആണ്, അതിന്റെ ചെക്സം വാല്യൂ എത്രയാണ്, അങ്ങനെയൊക്കെ കുറെ സാധനമുണ്ട്. നെറ്റ്വർക്കിംഗ് ഈ സാധനം ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് CS പഠിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ബേസിക് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇതിന്റെ ഇൻഡെപ്ത് നമ്മളിപ്പോ പോകണമെന്നില്ല. എന്നിട്ട് ഇതിന്റെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP പ്രോട്ടോകോൾ ആണല്ലോ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോയത്. പോസ്റ്റ് ഏതാണ്? ഇത് മീൻസ് URL ആണ്. അതിന്റെ URL, പിന്നെ യൂസർ ഏജന്റ് ഏതിൽ നിന്നാണ് പോയത്, പിന്നെ ഡേറ്റ ടൈപ്പ് അങ്ങനെ എന്തോ ഉണ്ട്, കണ്ടന്റ് ടൈപ്പ്, ആപ്ലിക്കേഷൻ ആണ്. ഇത്രയും ഡീറ്റെയിൽ അറിയണ്ട. ഞാൻ എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിനുശേഷം HTTP ഫോം, നമ്മൾ ആ ഒരു ഫോം കൊടുത്തില്ലേ ലോഗിൻ വേണ്ടിയിട്ട്, ആ ലോഗിനകത്ത് പോയ ഡേറ്റ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. യൂസർ നെയിം, അഡ്മിൻ, പാസ്വേഡ് ഞാൻ ഹായ് നിർത്തുമ്പോൾ ഹായ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സാധനം. ഇതുപോലെ HTTPന്റെ വേറെ സാധനങ്ങൾ അതിനകത്ത് വേറെ ഒന്നും ഫോം ഡേറ്റ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഈ ഡേറ്റാസ് മാത്രമേ ഉള്ളൂ. ലൈൻ ഡേ വേസ്റ്റ് ഡേറ്റ എന്തൊക്കെയാണ് പോയത് കണ്ടോ? ആ പേജിൽ ഒന്ന് HTML ഫയൽസ് വരെ ഇതിൽ കാണാം. ആ നമ്മുടെ ബേസ് ഹോം പേജ് ഉള്ള ആ സാധനത്തിന്റെ സെയിം HTML ആണ് ഈ കാണുന്നത്. ബോഡിയിൽ എന്തൊക്കെ ഉണ്ട്, ആ സാധനം ഫുള്ള് ലോഗോട്ടിന്റെ ബട്ടൺ, ഈ സാധനത്തിന്റെ കോഡ്, ഇത്രയും സാധനം. ഇതാണ് ബേസിക്കലി വയർ ഷാർക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊന്നും സിലബസിൽ അങ്ങനൊന്നും ഇല്ല. വേണേ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഇതെടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് കോൺവെർസേഷൻ ഒക്കെ അത് കൂടുതൽ പോകണ്ട. അപ്പൊ കുറെ കൺഫ്യൂഷൻ ആണ്. ഇത്രയും മാത്രം നമ്മൾ ബേസിക്കലി അറിഞ്ഞാണ്. ഇത് ഫിൽട്ടർ ചെയ്യാനാണ്, ക്യാപ്ചർ സ്റ്റാർട്ട് ചെയ്യാനാണ്, സ്റ്റോപ്പ് ചെയ്യാനാണ്. ഫിൽട്ടർ ചെയ്തിട്ട് ഓരോ ഡാറ്റ പാക്കറ്റ്സ് എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരും. ഇതൊന്നും ബോധർ ചെയ്യണ്ട. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഫുൾ കിട്ടും. ഒരു ഐഡിയ കിട്ടിയ സാർ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോഴാണോ നേരത്തെ ആ കൊടുത്ത ഫോമിനകത്ത് സബ്മിറ്റ് ചെയ്ത ഇൻഫർമേഷൻ വന്നത്? അല്ലല്ലല്ലല്ല, അത് HTTP കൊടുത്തപ്പോ തന്നെ HTTP അറിയാലോ. ഇത് ഈ വെബ്സൈറ്റ് HTTP ആണ്, വെബ്സൈറ്റ് ആണ്. അപ്പൊ Okay. HTTP പ്രോട്ടോകോളിലാണ് പോയത് നമുക്കറിയാം.
അപ്പൊ HTTP വെച്ച് ഫിൽട്ടർ ചെയ്ത്. അപ്പൊ HTTP പ്രോട്ടോകോളിൽ ഇത്രയും പോയി. ഓക്കെ. അതിന്റെ ഇൻഫോ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഇത്രയും ഓരോന്നും അല്ലെങ്കിൽ എല്ലായിടത്തും മാനുവലി നോക്കണം. ഓക്കെ ഓക്കെ. ഇത് ലോഗൗട്ടിന് വേണ്ടി പോയ റിക്വസ്റ്റ് ആണ്. ഇങ്ങനെ വായിക്കുമ്പോൾ ഇൻഫോയിൽ കണ്ട ലോഗിൻ കിടപ്പുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇത് ലോഗിന് വേണ്ടി പോയതാണ്. ഇവിടെ ഫോം ഉണ്ട്, പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പാക്കറ്റിന്റെ വന്നു. അതിൽ HTML ഫോമിന്റെ സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഫോമിനകത്ത് പോയ ഡേറ്റയും കിട്ടും. കീ എന്താണ്, വാല്യൂ എന്താണ്, ഇതൊന്നും പറയണ്ട. ജസ്റ്റ് ഇത്രയും സാധനം മാത്രം മതി. സാർ ഒരു ഡൗട്ട്, ചോദിച്ചു. ആ ഫിൽറ്റർ ചോദിച്ചു. ചെയ്യാനുള്ള ഓപ്ഷനകത്ത് HTTP 2-ഉം 3-ഉം അല്ലേ കിടക്കുന്നേ? HTTP ഉണ്ട്, HTTP വേറെ 2. HTTP കൊടുത്താൽ മതി. അപ്പൊ എസ് കൊടുത്ത എസിന്റെ ഓപ്ഷൻ വരില്ല അല്ലെ? എസിന്റെ നമുക്ക് എസ് കാണാൻ കൊടുത്തതിന് സെക്യൂർഡ് ആണ്. എസ് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ബാക്കിയെല്ലാം സെക്യൂർഡ് ആയിട്ട് പോകണേ. അതിന്റെ കൊടുത്താലും കിട്ടുന്ന ഇപ്പം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇപ്പൊ HTTP സ്റ്റാർട്ട് ആയിട്ടുണ്ട്. HTTP ഈ സൈറ്റിലോട്ട് പോയാണ്. ഏതെങ്കിലുമൊക്കെ HTTPന്റെ സൈറ്റിലോട്ട് കയറുമ്പോഴത്തേക്കും ആ പ്രോട്ടോകോളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വരും. ഇപ്പൊ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ P മാത്രമേ ഉള്ളൂ. P ആണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. മറ്റേത് ഇപ്പൊ നമുക്ക് ആക്ച്വലി എക്സാമ്പിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് എവിടെന്നെങ്കിലും കിട്ടുമോ? HTTP വരുന്നേ അതിന്റെ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡ് വേണ്ട. അത് വൾനറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഈ ഒരു URL ഞാൻ ഈ ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ ബെറ്റർ ആയിരിക്കും, പിന്നീട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. HTTP സൈറ്റ് ഫോർ ടെസ്റ്റിംഗ് എന്ന് അടിക്കുമ്പോഴത്തേക്ക് വരും. അപ്പോഴത്തേക്ക് ഈ സൈറ്റ് എടുത്താൽ ഇതിൽ പറയുന്നുണ്ട് ഇത്രയും സൈറ്റുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് വൾനറബിലിറ്റി ടെസ്റ്റിംഗ് അങ്ങനത്തെയൊക്കെ കുറെ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്നു. ഇതിൽ ഈ സൈറ്റാണ് ഞാൻ എടുത്തത്. ക്യാപ്ചറിങ് സ്റ്റാർട്ട് ആണെങ്കിൽ വേണ്ട, ക്ലിക്ക് ചെയ്തപ്പോൾ HTTP സാധനമൊക്കെ പറഞ്ഞു. നേരത്തെ വേറൊരു സൈറ്റിൽ പോകും. അപ്പൊ അതിന്റെയും കയറി വരും HTTP റിക്വസ്റ്റ് ഉള്ളത്. ഇത് അത്ര അടുത്ത് കയറിയുണ്ട ഇമേജിന്റെ ലോഗ്. ഇത് ഇപ്പം ഇതിന്റെ സോഴ്സ് അഡ്രസ് വേറെ, ഇതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് വേറെ. അപ്പൊ ഇത്രയാണ് ജസ്റ്റ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്സ്. ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ഇനി ഒന്നും കൂടെ ചെയ്തു നോക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാർ ടൈം ഉണ്ടെങ്കിൽ DLP ടെസ്റ്റിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ? DLP ടെസ്റ്റ്, DLP ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്. DLP മറ്റേ FTP ഒരു ആണോ? FTP. FTPന്റെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു. DLP എന്ന് പറഞ്ഞ ഇവരുടെ സൈറ്റ് ആണ്, അത് നോക്കണ്ടേ. FTP ആണ് ആക്ച്വലി ഇതുള്ളത്. FTP സ്പേസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ FTP സെർവറിലോട്ട് കിട്ടും. അതായത് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി മാക്സിമം യൂസ് ചെയ്യും. നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ എന്റെ ഈ ഫയൽ മാനേജറിനെ ഫുള്ള് ഷെയർ ചെയ്യാം. ഇതുപോലത്തെ ഒരു സാധനം കിട്ടും. അതിന്റെ ഫയലുകൾ നമുക്ക് ആക്സസ് ചെയ്യാനും ഫയൽ അങ്ങോട്ട് ഇടാനും ഫയൽ എഡിറ്റ് ചെയ്യാനും അങ്ങനത്തേക്കുള്ളതിന് വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിള് ഡയറക്റ്റ് ഇപ്പൊ കമാൻഡ് ലൈൻ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ FTP സ്പേസ് FTP അതിന്റെ പേരാണ്. എന്നിട്ട് ഏതാണോ FTP സെർവർ അതിന്റെ അഡ്രസ് കൊടുക്കണം. ഇപ്പൊ എന്റേത് ഞാനിപ്പോ ടെസ്റ്റിന് വേണ്ടി ഇത് എടുത്തോണ്ട് ഇതാണ്. ഇപ്പൊ ഇതിന് പകരം വേറെ ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റം ആണെങ്കിൽ നിങ്ങളുടെ FTP ഡോട്ട് നിങ്ങളുടെ IP ആയിരിക്കും. അത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പൊ യൂസർ ചോദിക്കും, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പൊ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കയറി. ലോഗിൻ സക്സസ്ഫുള്ളി. ഇപ്പൊ FTP സെർവറിലാണ് നിൽക്കണം. ഏതൊക്കെ ഫയൽ ഉണ്ടെന്ന് ഇപ്പൊ കാണാം.
എഡിറ്റ് ചെയ്യാം. മേക്ക് DAR പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ക്രിയേറ്റ് ആയിട്ടുണ്ട്. LS കണ്ടോ? നിങ്ങൾ ഈ FTP സെർവറിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഈ SS എന്ന് പറഞ്ഞ ഫയലൊക്കെ കാണാം. അതിനെ ഡൗൺലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ സാധനം. അതായത് ഫയൽസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ സെർവറാണ്. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് പോലെയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പോലെ പറയാം. ഫയൽസിനെ കൊണ്ടിടാനും ഫയൽസിനെ മാനേജ് ചെയ്യാനും അങ്ങനെ. നമ്മുടെ പണ്ട് എക്സെൻട്രി ഷെയർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതേപോലത്തെ പ്രോട്ടോകോളിലാണ് വർക്ക് ആയിക്കൊണ്ടിരുന്നത്. ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ സെൻഡ് അടിച്ച് മറ്റവരെയൊക്കെ കണക്ട് ചെയ്താൽ അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഇതാണ്. FTP നമ്മുടെ മറ്റേ ഫോണിന്റെ IP അഡ്രസ് വെച്ച് അങ്ങനെയൊക്കെയാണ് ഡേറ്റ വെക്കൊണ്ടിരുന്നത്. അതൊക്കെ ഒരു ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ഓക്കെ. എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? സർ ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ആ ചോദിച്ചോ. പിങ് നമ്മൾ ചെയ്തില്ലേ, പിങ് -C കൊടുക്കുമ്പോ ബാഡ് വാല്യൂ ഫോർ ഓപ്ഷൻ -C വരും. എന്താ? പിങ് -C സ്പേസ് ഓഫ് വാല്യൂ google.com കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ബാഡ് വാല്യൂ ഫോർ ഓപ്ഷൻ -C. കാര്യം വിൻഡോസിൽ -C അല്ല. അതിന് ഇത് ഞാൻ പറഞ്ഞു ലിനക്സിനാണ്. പിങ് കമാൻഡ്സ് വിൻഡോസിൽ അതിന് വേറെ എന്തോ ഒരു ഇതാണ്. പിങ് W ആണോ, വിത്ത് ആണോ, L ആണോ? പറഞ്ഞുതരാം. -N ആണ്. പിങ് വെബ്സൈറ്റിന്റെ ഇത് സ്പേസ് -N ആണ് കൗണ്ട്. ഇതാണ് ഫോമാറ്റ്. ഇതാണ് വിൻഡോസിലത്. ഓക്കെ. ഇതുണ്ട പിങ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോവേണ്ടത്, സ്പേസ് -N എത്ര കൗണ്ട് ആണ്. ബട്ട് നമ്മുടെ വിൻഡോസ് അല്ല ലിനക്സ് അല്ലെങ്കിൽ മാക് വരുമ്പോൾ പിങ് സ്പേസ് -C സ്പേസ് ഡെസ്റ്റിനേഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പം എടുക്കുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. ChatGPT ഉണ്ടെങ്കിൽ ബേസിക് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ, ഇതുപോലെ ഇതിന് വേണ്ട ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റും കിട്ടും. കാര്യം ഇത് ഇത്രയും സാധനം മേ ബി മറന്നു പോയിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം കൂടെ, മറ്റേ ആ ഒരു ചോദിച്ചോ. WSL ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ലിനക്സിന്റെ ചെയ്ത് നോക്കണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? WSL എന്ന് പറഞ്ഞാൽ ഇപ്പം ലിനക്സിന്റെ ടെർമിനലാണ്. അതായത് ഒരു ലിനക്സ് വിൻഡോസിന്റെ മണ്ടയിൽ ഓട്ടിക്കണേന് കുറെ സാധനമൊന്നും വിൻഡോസിൽ പറ്റൂല. അപ്പം ലിനക്സ് ചെയ്യേണ്ട സാധനമൊക്കെ ആണെങ്കിൽ WSL ഇൻസ്റ്റാൾ ചെയ്താൽ WSL അടിക്കുമ്പോൾ ഡയറക്റ്റ് കാണിക്കും വിൻഡോസിൽ WSL എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ WSL ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോസിന്റെ ഉബുണ്ടു ലിനക്സിന്റെ ടെർമിനലായിരിക്കും പറഞ്ഞത്. ഇതുപോലത്തെ ടെർമിനലായിരിക്കും. അപ്പം അതിൽ ഈ പിങ് സ്പേസ് -C എന്നൊക്കെ കൊടുത്താൽ മതി. -N ഒന്നും വേണ്ടി വരില്ല. ബാക്കി ലിനക്സിന്റെ എന്ത് ടെർമിനൽ കമാൻഡ്സ് ആണോ കൊടുക്കുന്നത് അതെല്ലാം ഇവിടെ അതെല്ലാം പറ്റും. ലിനക്സ് അതൊരു ലിനക്സ് സിസ്റ്റം തന്നെയായിരിക്കും. ലിനക്സിൽ എന്തൊക്കെ പറ്റും എല്ലാം അതിൽ പറ്റും. അതാണ് വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് എന്നാണ്. വിൻഡോസിന്റെ കൊണ്ട് നമ്മളൊരു ലിനക്സ് ഒട്ടിക്കായിരിക്കും അതിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ ഈ വയർ ഷാർക്കിൽ ചെയ്തത് പാക്കറ്റ് ട്രേസറിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ പാക്കറ്റ് ട്രേസർ ചെയ്തിട്ടില്ല. പറ്റണം. കാര്യം ബേസിക്കലി ഈ വയർ ഷാർക്കിൽ നമ്മൾ ചെയ്തത് പാക്കറ്റിന് ഇത് ചെയ്യൽ തന്നെയാണ്. മോണിറ്റർ ചെയ്ത് പാക്കറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് പാക്കറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്
പാക്കറ്റ് ട്രേസറിന് പറ്റുമായിരിക്കും, പറ്റും. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇതിലിങ്ങനെ കിടക്കുന്നതിന് പകരം ഫിൽട്ടർ ഒക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഈ ഫോർമാറ്റിലായിരിക്കത്തില്ല. എന്തായാലും പറ്റും. ഓക്കെ സർ. വയർഷാർക്കായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാം. വയർഷാർക്കാണ് അത്യാവശ്യം നല്ലതും ഓപ്പൺ സോഴ്സും ആണ്. കുറെ കൂടെ ഫീച്ചേഴ്സും ഉണ്ട്. നല്ലതാണ്. ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന വയർഷാർക്കാണ്. ഓക്കെ സർ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്, വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ എന്തെങ്കിലും ഇനി ഡൗട്ട്, എന്തെങ്കിലും സാധനം വേണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും, പറഞ്ഞുതരാം എന്നുള്ളത്.